ടയർഡായിട്ടിരിക്കുമ്പോൾ ഒരു കോഫി കിട്ടിയ എന്ത് സുഖമല്ലേ. ഞാൻ സത്യം പറഞ്ഞ ഒരു കോഫി കുടിച്ചു. ആ കോഫി നമുക്കൊരു ബസ് ഓഫ് എനർജി, ഒരു എന്ന് പറഞ്ഞൊരു എനർജി വരും. അങ്ങനത്തെ ഒരു കോഫി അത് എന്താണെന്ന് അറിയാനായിട്ട് അതിന്റെ പുറകെ പോയി കണ്ടുപിടിച്ചതാണ് ഇപ്പൊ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, ഇത് ദുബായിലെ റോയൽ ഫാമിലി ഉപയോഗിക്കുന്ന കോഫിയാണ്, സബീൽ കോഫി. അവരുടെയൊക്കെ ഇൻസ്റ്റഗ്രാം നോക്കുകയാണെങ്കിൽ കാണാം. ഇത് ഇവിടെ പുറത്തെവിടെ കിട്ടും, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കി കണ്ടുപിടിച്ചതാണ് ഇത് ലിങ്സി കോഫി. ഒരു സാധനത്തെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അപ്പൊ തന്നെ ഗൂഗിൾ ചെയ്യണമല്ലോ. ഗൂഗിൾ ചെയ്ത് അങ്ങനെ ഇവരുടെ പാരന്റ് കമ്പനിയായ DXN ഡീറ്റെയിൽസ് എടുത്തു, പ്രോഡക്ട്സിന്റെയും ഡീറ്റെയിൽസ് കിട്ടി. പക്ഷേ വാങ്ങാൻ പറ്റുന്നില്ല. കാരണം ഇവരൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ്, എക്സ്ക്ലൂസീവ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ബ്രാൻഡാണ്. അങ്ങനെ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ അവരുടെ ഒരു ഷോപ്പ് കണ്ടെത്തി, മസായ സെന്ററിൽ, UAE ദുബായിലുള്ള മസായ സെന്ററിലുള്ള ഷോപ്പിൽ പോയി വിസിറ്റ് ചെയ്ത് ഇവരുടെ പ്രോഡക്ട്സ് മുഴുവൻ കണ്ടു. ചെറിയ പരിപാടിയല്ല കേട്ടോ, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഇവരുടെ കയ്യിൽ. ആ കോഫിയാണ് അന്വേഷിച്ചു പോയതെങ്കിലും വേറെ ഒരുപാട് ട്രഷേർഡ് സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടി. ചിലതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സംഗതി മലേഷ്യൻ കമ്പനിയുടെ പ്രോഡക്ട്സ് ആണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നത് മുഴുവൻ മലയാളികളാണ്. അപ്പോ അവരടുത്ത് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തീരുമാനിച്ച് എന്താണ് ഈ കോഫിയിലെ ഈ ചുവന്ന മഷ്റൂം, അതെന്താണെന്ന് അറിയാം. This is Mr. Salim Shajir. Salim Shajir ആണ് ഇതിന്റെ മാർക്കറ്റിംഗ് ഹെഡ്. So let me ask you. So ഈ പറയുന്ന മഷ്റൂം, I think I'm pronouncing it wrong anyway. Ganoderma അല്ലേ? Ganoderma അല്ലേ? Ganoderma എന്താണ് നമുക്ക് ഇത്ര എനർജി തരുന്ന ഈ ഒരു റെഡ് മഷ്റൂം എന്താണ് സാർ? ഈ റെഡ് മഷ്റൂം എന്ന് പറയുന്നത് ഒരു ചൈനീസ് മഷ്റൂമാണ്. അതായത് ഒരു 5000 ഇയേഴ്സ് ബാക്കൊക്കെ ചൈനയിലെ കിങ്സ് മാത്രം യൂസ് ചെയ്തിരുന്ന ഒരു ഹെർബായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും കോസ്റ്റ്ലി ആയിരുന്നു. പക്ഷേ നമ്മളുടെ മലയാളികൾക്കും നമ്മളുടെ ഈ ഇന്ത്യൻസിനും ഒക്കെ ഈ മഷ്റൂം അത്ര പരിചയം ഉണ്ടാവില്ല. ഇപ്പൊ ചൈനീസ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു ശാഖ ഉണ്ടല്ലോ നമ്മുടെ ആയുർവേദമൊക്കെ പറയും. ഈ ചൈനീസ് മെഡിസിനിലെ ഏകദേശം എല്ലാ മെഡിസിൻസും ഉണ്ടാക്കുന്ന ഒരു എക്സെപ്ഷണൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഗാനോഡെർമ എന്ന് പറയുന്നത്. അതിപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ തന്നെ ഗാനോഡെർമ ലൂസിഡം അല്ലെങ്കിൽ റെയ്ഷി എന്ന് പറയുന്ന കോമൺ നെയിമിൽ അടിച്ചു നോക്കിയാൽ തന്നെ ഒരുപാട് സൈറ്റ്സ്, ഇപ്പം മോർ ദാൻ 10-15 മില്യൺ സൈറ്റ്സ് യു ക്യാൻ സീ അബൌട്ട് ഗാനോഡെർമ. അപ്പം ഈ ഗാനോഡെർമ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഹയസ്റ്റ് ഗ്രേഡഡ് ഹെർബ്സ് ആണ്. അപ്പം ഈ ഹെർബ് വെച്ചിട്ട് ഞങ്ങൾ കുറേ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള നമ്മളുടെ ഡെയിലി റൂട്ടീൻ ആക്ടിവിറ്റീസിലേക്ക് ഈ ഹെർബ് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്തത്. അപ്പം ഈ ഹെർബ് വെച്ചിട്ടുള്ള കോഫി, ടീ, അതുപോലെ തന്നെ ഈ ഗാനോഡെർമയുടെ ആക്ച്വൽ ഹെർബൽ സപ്ലിമെന്റ് ഇതൊക്കെ ഞങ്ങൾ അവൈലബിൾ ആക്കി. ഗാനോഡെർമയുടെ വേൾഡിലെ ലാർജസ്റ്റ് കൾട്ടിവേഷൻ ഫാം ബിലോങ്സ് ടു അവർ കമ്പനി ഇൻ മലേഷ്യ. റോയൽ പാലസിൽ ഉപയോഗിക്കുന്നത് ഇതേ കോഫിയാണ്. 2008 മുതൽ ഞങ്ങൾ ഇവിടുത്തെ റോയൽ പാലസിലേക്ക് ഈ കോഫി കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളവിടെ പോയി മാർക്കറ്റ് ചെയ്തതൊന്നുമല്ല. ദേ ഹാപ്പൻ ടു സീ ദിസ് കോഫി ആൻഡ് ദേ ലൈക്ക് ദ ടേസ്റ്റ്. 2008 ഓൺവേർഡ്സ് ആ ഒരു പ്രിവിലേജ് ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ എനർജിക്ക് വേണ്ടിയുള്ള കോഫിക്ക് പോയിട്ട് ഒരുപാട് സാധനങ്ങളുമായിട്ടാണ് മടങ്ങിയത്. കോഫിയുടെ 2-3 വെറൈറ്റി വാങ്ങി, ഷുഗർ ഫ്രീ ഓപ്ഷനും ഉണ്ട് അവിടെ. ഒപ്പം സ്പൈറലിനയുടെ സെറിയൽ വാങ്ങി. ആൻഡ് ദിസ് വൺ യു ഷുഡ് ഗൂഗിൾ ദിസ് ഔട്ട്. കോർഡിസെപ്സ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക് കേട്ടോ. ഇറ്റ്സ് കോൾഡ് ഹിമാലയൻ വൈഗ്ര ആൻഡ് ഓൾസോ ഇറ്റ് ഇംപ്രൂവ്സ് അത്ലറ്റിക് പെർഫോമൻസ് ആസ് വെൽ. ഗുഡ് മോർണിംഗ് DXN കേരള. വൺസ് അഗൈൻ എല്ലാവർക്കും സുസ്വാഗതം നമ്മുടെ DXN കേരളയുടെ ലൈവ് ടോക്ക് ഷോയുടെ 3ാമത്തെ എപ്പിസോഡിലേക്ക്. വളരെ വളരെ മനോഹരമായിട്ടുണ്ട് നമ്മൾ 2 എപ്പിസോഡുകൾ, ഈ ഒരു പുതിയൊരു ഇനീഷ്യേഷൻ 2 എപ്പിസോഡുകൾ നമ്മൾ മുന്നോട്ടേക്ക് നയിച്ചു കഴിഞ്ഞു. ഇത് 3ാമത്തെ സ്പെഷ്യൽ എപ്പിസോഡ് കൂടിയാണ്. സെപ്റ്റംബർ മാസത്തെ ആദ്യത്തെ എപ്പിസോഡാണ്. നമ്മൾ ഈ ഒരു ഷോ, നമ്മുടെ ലെറ്റ്സ് ടോക്ക് DXN ഈ ഷോ നമ്മൾ നടത്തി വരുന്നത് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ്. ഓരോ വിശിഷ്ട വ്യക്തികൾ, ഓരോ ഷോയിലും നമ്മുടെ വ്യക്തികൾ, വിശിഷ്ട വ്യക്തികൾ, ചീഫ് ഗസ്റ്റ് അവർ മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഇത്തവണയും നമ്മുടെ കൂടെ ഉള്ളത് മറ്റൊരു വിശിഷ്ട വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തതിന് മുന്നേ 1-2 കാര്യങ്ങൾ DXN കേരള മുന്നിലേക്ക് അറിയിക്കുകയാണ്. വളരെ മനോഹരമായിട്ട്, വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, വാൾ ഓഫ് ഓണർ അച്ചീവിംഗ്, ഫസ്റ്റ് ഡേ QSD അച്ചീവിംഗ് ഒക്കെ നടത്തി. ആദ്യം തന്നെ ഇതൊക്കെ ഈ ഒരു ടൈറ്റിൽസ് ഒക്കെ അച്ചീവ് ചെയ്ത എല്ലാവർക്കും DXN കേരളയുടെയും DXN മാനേജ്മെന്റിന്റെയും ഭാഗത്ത് നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു ഷോ
എന്തുകൊണ്ട് നമ്മൾ DXN സൂം എന്നൊരു പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ ടെക്നോളജീസ് കൊണ്ടുവന്നു ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ? ഇതിന് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നമ്മുടെ DXN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ അടിസ്ഥാനം ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗ്സ് ആണ്. നമ്മൾ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ നമ്മൾ തന്നെയാണ്. ഇപ്പൊ മുന്നേ കണ്ട വീഡിയോയില് ആക്ടർ മിഥുൻ പറഞ്ഞതുപോലെ ഇത് ഒരു വലിയ സംഭവമാണ്. ഇത് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞൊരു വിശിഷ്ടമായ ഒരു ശ്രേണിയിലൂടെയാണ് ഇത് നമുക്ക് മറ്റുള്ളവരിലേക്ക് ലഭിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അതായത് നമ്മളാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. അപ്പൊ ഈ ഒരു ബിസിനസ്സിലേക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങൾ പലർക്കും പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ ഒരു സംഭവത്തിന് വേണ്ടിയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗ്സും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻസിലും ഓൺലൈൻ ടെക്നോളജിയും കാര്യങ്ങൾ യൂസ് ചെയ്ത് നമ്മൾ വീണ്ടും മീറ്റിംഗ്സും ഇതേപോലെ ടോക്ക് ഷോസും നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് കൂടുതൽ അറിവുകൾ നൽകും. അറിവുകൾ ലഭിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ, നമ്മുടെ ലീഡേഴ്സിന്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് സ്റ്റാഫിന്, ഇവരുടെ ഒക്കെ ഭാഗത്ത് നിന്ന് നമുക്ക് വ്യക്തമായ ഇൻഫർമേഷൻ, വ്യക്തമായ അറിവുകളും അവരാണ് നമുക്ക് തരുന്നത്. ഇങ്ങനെയുള്ള മീറ്റിംഗ്സിലും ഇങ്ങനെയുള്ള സെഷൻസിലും ഒക്കെ ആയി ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോക്ക് ഷോയുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഞാൻ ഈ DXNൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയം മുതലേ ഏതൊരു കാര്യത്തിനും അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യുമെന്ന് പറയാൻ മുന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കുറെ അഡ്വൈസുകൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ മാനേജ്മെന്റ് സ്റ്റാഫ് മാത്രമല്ല പല നെറ്റ്വർക്കേഴ്സും ഇന്ന് ജീവിതത്തിൽ മുന്നോട്ടേക്ക് സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുന്നതും. അദ്ദേഹം വീണ്ടും പുതിയ റിക്രൂട്ട്മെന്റ് നടത്തി അദ്ദേഹത്തിന്റെ ഇൻകവും അദ്ദേഹത്തിന്റെ ടീമിന്റെ ഇൻകവും വളർത്താൻ വേണ്ടി ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കറന്റ് അദ്ദേഹം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ട് തന്നെ സ്വന്തം ബിസിനസ്, അതായത് 20 വർഷമായി DXNലുണ്ട്. ഇപ്പോഴും വെറുതെ ഇരിക്കുമല്ല. ഇപ്പോഴും എത്രത്തോളം നമുക്ക് നമ്മുടെ ബിസിനസ് വർദ്ധിപ്പിക്കാം എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്യാനും വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം വന്ന വഴികൾ, അദ്ദേഹം എന്താ പറയാ, വായിലെ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചൊരു വ്യക്തിയല്ല. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടും പ്രയത്നവും ആ ഒരു നിശ്ചയദാർഢ്യവുമാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചിട്ടുള്ളത്, ഇത്രയും വലിയ സക്സസ്ഫുൾ ആയ ഒരു പേഴ്സൺ ആക്കി മാറ്റിയിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ജസ്റ്റ് അദ്ദേഹത്തിന്റെ ആ ഒരു ട്രാൻസിഷൻ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു തരികയാണ്. ഹി സ്റ്റാർട്ടഡ് ഹിസ് ലൈഫ്. അദ്ദേഹത്തിന്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്തൊരു ഹംബിൾ സ്റ്റൈലിലായിരുന്നു. അതിനുശേഷം പടിയായി വളർന്ന് അദ്ദേഹം ഏറ്റവും ഉന്നതിയിലെത്തിയെന്ന് ഞാൻ പറയില്ല. കാരണം ഒരിക്കലും ഒരു വ്യക്തിയും ഹയസ്റ്റ് പോയിന്റ് അച്ചീവ് ചെയ്തില്ല. പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫിലെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റിലേക്കാണ് അദ്ദേഹം എത്തിക്കൊണ്ടിരുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഐ ആം ഇൻവൈറ്റിംഗ് അവർ ചീഫ് ഗസ്റ്റ് ഓഫ് ദി ഷോ, മിസ്റ്റർ PA Sirajuddin. Sirajuddin sir, welcome to our live talk show. Let's talk DXN DA show, sir. Welcome, sir. Welcome. Very good. Thank you. How are you, sir? How are you? Yeah, great. Fine. Thank you. What about you? I'm also doing good, sir. നമ്മുടെ പുതിയൊരു സംരംഭമാണ് ഈ ടോക്ക് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓൾറെഡി സാറ് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഫസ്റ്റ് ഷോ രാജീവ് സാറും രാഹുൽ സാറും ഒക്കെ ഒരു ഫസ്റ്റ് ഷോ നമ്മൾ നടത്തി കഴിഞ്ഞു. സെക്കൻഡ് ഷോ നമ്മുടെ എക്സിക്യൂട്ടീവ് കൗണ്ടർമാൻ ബിനീഷ് സാറ് നടന്നു കഴിഞ്ഞു. തേർഡ് ഷോ ആണിത്. ഫസ്റ്റ് ഓഫ് ഓൾ വളരെ നന്ദിയുണ്ട് സാർ. സാറിന്റെ ഇത്രയും വാല്യുബിൾ ആയ ടൈം നമ്മുടെ ഈ ഒരു ഷോന് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി സാറ് നമുക്ക് മാറ്റിത്താൻ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഹൃദയത്തിൽ ഞാൻ സാറിനോട് നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു ഷോയുടെ പ്രത്യേകത എന്താണെന്ന് സാർ, പല കാര്യങ്ങളിലും പല നെറ്റ്വർക്കേഴ്സിനും പല മെമ്പേഴ്സിനും പലർക്കും ഡൗട്ട്സ് ഉണ്ട്. അവർക്ക് പല മീറ്റിങ്ങുകളിലും ഇത് ഉയർത്തെഴുന്നേറ്റ് ചോദിക്കാനുള്ള ഒരു സാഹചര്യമില്ല. ആ സമയത്ത് നമുക്ക് ഈ ഒരു ഷോ വഴി അവർക്ക് തോന്നാവുന്ന സംശയങ്ങൾ നമ്മുടെ ഭാഗത്ത് ഹോസ്റ്റായ ഞാൻ ഗസ്റ്റായ സാറിനോട് ചോദിച്ചുകൊണ്ട് അത് ക്ലിയർ ചെയ്തെടുക്കാനുള്ള ഒരു പാത്ത് വേ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോയെ കണക്കാക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഷോ കാണുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വിൽ ബി ആസ്കിംഗ് ആ ചീഫ് ഗസ്റ്റ് ആസ് പെർ യുവർ ഡൗട്ട്സ്. സോ സിറാജ്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സാറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നമ്മുടെ ഷോയെ പറ്റി, നമ്മുടെ ഷോ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാറിന്റെ ഭാഗത്ത് നിന്ന് എന്ത് വാക്കും? ഞാൻ കേട്ടില്ല പറഞ്ഞത്, ശബ്ദം. നമ്മുടെ ഈ ഒരു ഷോ, ടോക്ക് ഷോ, ഈ ഷോയെ പറ്റി ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാറിന് എന്ത് തോന്നുന്നു? നമ്മൾ എങ്ങനെയായിട്ട് ഇത് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? സാറിന്റെ അഭിപ്രായം. ഓക്കെ, ഇതൊരു എനിക്ക് തോന്നുന്നു, പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. ഇത് ഇത്തരത്തിൽ, അതായത് മീഡിയകള് വളരെ
ഭംഗിയായിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെയുള്ള മുത്തശ്ശി പത്രങ്ങളെല്ലാം തന്നെ 38-36 പേജൊക്കെ ഉണ്ടായിരുന്ന പത്രങ്ങൾ ഇന്ന് 8-9 പേജുകളായിട്ട് കുറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, സിനിമാശാലകളിലൂടെയുള്ള പരസ്യങ്ങളും ആളുകൾ ഓരോ ദിവസം കഴിയും തോറും ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്കും ഓൺലൈൻ മാർക്കറ്റിംഗിലേക്കും ഓൺലൈൻ ഷോപ്പിംഗിലേക്കും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികളെല്ലാം, പ്രത്യേകിച്ച് എൻ്റെ മക്കളെല്ലാം പ്രൊഡക്ട്സ് പലതും വാങ്ങിക്കുന്നത് ആമസോണിലൂടെയൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് എക്സ്പെൻഡിച്ചർ ഇല്ലാതെ തന്നെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇന്നലെ മിനിഞ്ഞാന്നാള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മെട്രോ റെയിൽ ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ അദ്ദേഹം ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ അതിലെങ്കിൽ കൊറോണ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടായിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരുപാട് എക്സ്പെൻഡിച്ചർ വരുമായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഡിജിറ്റൽ അവിടെ നിന്നുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്തു. സോ ഇത്തരത്തിലുള്ള പ്രോഗ്രാം 100% ഇപ്പൊ ഈ ചെയ്തു പോകുന്ന പ്രോഗ്രാം വീഡിയോ ആയിട്ട് മാറി കിടക്കുന്നുണ്ടാവും. ഇനി എപ്പോഴെങ്കിലും ഇതിന് സമയമില്ലാത്ത ഒരാൾക്ക് വീണ്ടും അത് കാണാനുള്ള സാഹചര്യമുണ്ട്. സോ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് ടൂളുകൾ നമുക്ക് ഭാവിയിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, വിതൗട്ട് ഒരുപാട് എക്സ്പെൻഡിച്ചർ ഇല്ലാതെ തന്നെ. സോ ഫാന്റാസ്റ്റിക്, വളരെ നല്ലതാണ് ശ്യാംജി ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച് സർ. സാറിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഇത്രയും മനോഹരമായിട്ട് സാർ നമ്മുടെ ഈ ഒരു ഷോയെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കുന്നതിന് പുറമെ ഗസ്റ്റ് എന്ന് പറഞ്ഞ സാറും കൊടുത്തു കഴിഞ്ഞു. നമ്മൾ അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം സർ. തീർച്ചയായിട്ടും. Shall I ask you the first question? Definitely, sir. Please. So, to start with the show, we all like to know about the life journey of Mr. P.A. Sirajuddin. Sirajuddin എന്ന പറഞ്ഞ വ്യക്തിയുടെ ജീവിതയാത്ര, അതിനെപ്പറ്റി സാർ ഷോർട്ടായിട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പ്രിയപ്പെട്ടവർ, ഞാൻ എറണാകുളം ജില്ലയിൽ കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്ത് വാഴക്കാല ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. എൻ്റെ ഡിഗ്രി എല്ലാം കഴിഞ്ഞ ശേഷം ജീവിതത്തിന്റെ പല മേഖലകളിൽ ഞാൻ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ കുടുംബത്തിലെ 4 മക്കളാണ് എൻ്റെ പാരൻസിന്. അതിൽ മൂത്ത ആളാണ് ഞാൻ. എനിക്ക് 2 സഹോദരി, ഒരു അനിയനുമാണ്. ജീവിതത്തിന്റെ പല മേഖലകളിലൂടെ പോയി പല ബിസിനസ്സുകളൊക്കെ ചെയ്ത് ആകെ തകർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബിസിനസ് നന്നായി പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ കല്യാണം കഴിച്ചത്. പലരും നിർബന്ധിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചു. വൈഫ് സ്വാഭാവികമായിട്ട് പറഞ്ഞു, നമുക്ക് ഈ കുടുംബത്തിൽ വലിയ കഷ്ടപ്പാടാണ്, മാറി താമസിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ നേരത്തെ കണ്ട ഓട്ടോറിക്ഷയിലാണ്. ഞാൻ ഓട്ടോ ഡ്രൈവറായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് വാഴക്കാല എന്നൊരു സ്ഥലത്ത് കൊച്ചുണ്ണി എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ 600 രൂപ വാടകയ്ക്കാണ് താമസിച്ചത്. വളരെ കഷ്ടവും വളരെ ബുദ്ധിമുട്ടുള്ള, എൻ്റെ 2 സഹോദരിമാരും വിവാഹപ്രായം എത്തി നിൽക്കുന്ന ആ ഘട്ടത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് ഒരു 600 രൂപ വാടകയ്ക്ക് മാറി താമസിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വളരെ ഒരു ദിവസം, അതായത് വീടിന്റെ ആധാരമൊക്കെ നമ്മൾ ബാങ്കിൽ പണയം വെച്ചിരിക്കുക, ചീത്തയാതിരിക്കാനല്ല, ചതിൽ പിടിക്കാനോ അല്ല. ഒരു ലോൺ എടുത്തു, അതിന്റെ പ്രീമിയം അടയ്ക്കാനൊന്നും പറ്റാതെ പല പ്രാവശ്യവും നോട്ടീസൊക്കെ വരുന്ന ഒരു സമയത്ത് ഒരു ദിവസം രാവിലെ എൻ്റെ ഫാദർ പറയാണ്, മോനെ ആധാരം കിട്ടിയിരുന്നെങ്കിൽ ഒരു മോളെയെങ്കിലും നമുക്ക് കല്യാണം കഴിപ്പിച്ച് വിടാമല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ നെഞ്ചിൽ തീ വീഴുന്ന ഒരു ഫീലായിരുന്നു നമുക്ക്. കാരണം ഒന്നും ചെയ്യാൻ പറ്റാതെ കർത്തവ്യമൂഢനായി നിൽക്കുന്ന ഒരവസ്ഥ, അത് സങ്കടമായിരുന്നു. അതിന്റെ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹീർത്തിയൻ, എൻ്റെ സുഹൃത്ത് ശ്രീ PR രാജീവ് ഈ കോഫിയുമായിട്ട് വരികയും അത് ഉപയോഗിക്കുക, എൻ്റെ ഫാദറിനുണ്ടായിരുന്ന ജോയിന്റ് പെയിൻ്റെ ആശ്വാസം കിട്ടുകയും ഇതിന്റെ ബിസിനസ് പറയുമ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ എൻ്റെ 2 സഹോദരിമാരുടെ വിവാഹവും ഒരു വീടും ഒക്കെ ഒരു സ്വപ്നമായിരുന്നു. 20 വർഷം പിന്നിടുമ്പോൾ എൻ്റെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരനോടുള്ള തീർത്താൽ തീരാത്ത നന്ദി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ എറണാകുളംകാരന്റെ പേര്, വൈപ്പിലുള്ള രാജീവ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിന്റെ മനസ്സിൽ സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേരില്ലായിരുന്നുവെങ്കിൽ ഇന്നും പാലാരിവട്ടം എന്ന് പറഞ്ഞ സ്റ്റാൻഡില് KB 2502 എന്ന് പറയുന്ന ഒരു ലാംബി ഓട്ടോറിക്ഷയില് ഒരുപക്ഷെ കുറച്ച് മാറിയിട്ടുണ്ടാവുമായിരിക്കും. ഇന്നൊരു ഓട്ടോ ഡ്രൈവറായിട്ട് മുന്നോട്ട് പോകേണ്ട ഞാൻ ഈ മഹാപ്രസ്ഥാനത്തിൽ വന്നു. ഇന്ന് ഏകദേശം ഒരു 10-30ഓളം രാജ്യത്ത് പോകാനായി. ഇന്ന് എന്താ പറയാ, വളരെ സന്തോഷത്തിലാണ് ഞാൻ. വളരെ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും, അതല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റി, മറ്റു ഭാഷ പഠിക്കുന്ന കാര്യത്തിലൊക്കെ ആയിട്ടാണെങ്കിലും ഈ മഹാ യൂണിവേഴ്സിറ്റിയിലേക്ക് എന്നെ പ്രവേശിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീ PR രാജീവിനോട് ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു. ഞാനിപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇതാണ് എൻ്റെ ഒരു ജീവിത യാത്ര. ഇതിനിടയ്ക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാൻ തരണം ചെയ്തു. ഇതിൻ്റെയൊക്കെ പിന്നിൽ കമ്പനിയുടെ ഭാഗത്തുള്ള സപ്പോർട്ട് വളരെ വലുതാണ്. ഇതാണ് തീർച്ചയായും സർ.
തീർച്ചയായും. അതായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മള് പല വ്യക്തികളും DXL സക്സസ്ഫുൾ ആയ പല വ്യക്തികളും ഇനീഷ്യൽ സ്റ്റേജിൽ പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ബിനീഷ് സാറിന്റെ സ്റ്റോറി കേട്ടു. അദ്ദേഹം ഒരു മാസം തുടങ്ങിയ സമയത്ത് ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഒരു മാസം 25 മുതൽ 30 ദിവസം വരെ വീട് വിട്ടിട്ട് യാത്ര മീറ്റിംഗ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ട് നടന്നു. അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ അതായത് ബിനീഷ് സാറിന്റെ അപ്ലൈൻ ആണ് സാറിന് നന്നായിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് ആ ഒരു ചലഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എല്ലാ സെക്ടറും ചലഞ്ചിങ് സിറ്റുവേഷൻ, അപ്പോഴായിരുന്നു ചലഞ്ചിങ് സിറ്റുവേഷൻ. തീർച്ചയായിട്ടും. താങ്ക് യു സാർ. എന്തായാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തായാലും നമുക്ക് സമയം ഓൾറെഡി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. അതിന് പുറമെ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അതും ക്ലിയർ ചെയ്ത് കൊടുക്കാനുണ്ട്. സാറിന്റെ ജീവിതയാത്ര പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് സാറിന്റെ DXN ജീവിതയാത്ര. DXN ജീവിതയാത്ര അല്ലെ, അത് പറയാം. ഓക്കെ, വളരെ സന്തോഷം. You did so much hard work and made a lot of sacrifices in the initial days of DXN. Can you please elaborate the changes in the span of 20 years in DXN? വളരെ സന്തോഷം. അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജീവ് സാറ് വീട്ടിൽ കൊണ്ട് തന്നത് ഒരു കോഫിയാണ്. ആ കോഫിക്കകത്ത് ചേർത്തിരിക്കുന്നത് ഗാനോഡർമ. നേരത്തെ മിഥുൻ പറഞ്ഞ അല്ല, ദുബായിലെ കൊട്ടാരങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന കോഫി ഏറ്റവും ആദ്യം അതിനു മുമ്പ് ഉപയോഗിക്കാൻ ഭാഗ്യം കിട്ടിയത് എൻ്റെ ബാപ്പയ്ക്കാണ്. എൻ്റെ ബാപ്പയ്ക്കുണ്ടായിരുന്ന മുട്ടുവേദനയും എൻ്റെ ബാപ്പയെ സഹായിക്കാൻ വരുന്ന ആൾക്ക് ബാപ്പ ഉണ്ടാക്കുന്ന കാപ്പി കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ കിട്ടിയ ആശ്വാസം, തുമ്മലിനുള്ള ആശ്വാസവും, ആ രണ്ടുപേരും കാപ്പി കുടിച്ചപ്പോൾ 2 റിസൾട്ട് വന്നപ്പോൾ, രാജീവ് സാറിന്റെ അമ്മയ്ക്ക് ഡയബറ്റിക്കിന് കിട്ടിയ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു അത്ഭുതമായിരുന്നു. സ്റ്റിറോയിഡും കോർട്ടിസോണും ഒക്കെ ചേർത്തുള്ള ഏതോ കെമിക്കൽ ചേർത്ത് ഒരു കോഫി കുടിച്ചപ്പോൾ പലതരത്തിലുള്ള റിസൾട്ട് വന്നപ്പോൾ പല സുഹൃത്തുക്കളോട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരൊക്കെ ചോദിച്ചു, ഇതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ മാലതി രമണിയുടെ പ്രോഗ്രാമിന് തൃശ്ശൂർക്ക് രാജീവ് സാറിന്റെ ഒരു ബിരിയാണി ഓഫറിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്കമാലിയിലെത്തി. തൃശ്ശൂർ 2:30 മണിക്ക് പ്രോഗ്രാമാണ്. അന്ന് അവിടെ എത്തിയപ്പോൾ തമിഴും ഇംഗ്ലീഷും കലർന്ന ഭാഷയിലെ ഡോക്ടർ മാലതി രമണി സംസാരിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളായിരുന്നുള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റ് ഇതെങ്ങനെ ഇത്രയും റിസൾട്ട്? പക്ഷേ അന്ന് അവിടെ നിന്ന് കഴിഞ്ഞു വരുമ്പോൾ മനസ്സിൽ 2 തീരുമാനമായിരുന്നു. ഒന്നുകിൽ DXN ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷോ തമിഴോ പഠിക്കണം, അല്ലെങ്കിൽ DXN ചെയ്യാതിരിക്കണം. പക്ഷെ മനസ്സിൽ സന്തോഷമുള്ളത് കൊണ്ട്, DXN ചെയ്യാനായിട്ടുള്ള താല്പര്യമുള്ളതുകൊണ്ടും എൻ്റെ 2 സഹോദരിമാരുടെ വിവാഹം നടത്തണമല്ലോ, അതിനുള്ള സാമ്പത്തികം ഇതിലൂടെ കണ്ടെത്താൻ പറ്റുമെന്നുള്ളൊരു തോന്നല് ഈ റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ ഈ കോഫിയുമായി ബന്ധപ്പെട്ട് പറയാത്ത സുഹൃത്തുക്കളിൽ അവസാനം ഞാൻ രാജീവ് സാറിനോട് പറഞ്ഞു, രാജീവേ ഈ ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ ഓടത്തില്ല, ആരും ഈ കോഫി കുടിക്കത്തില്ല. രാജീവ് എന്നോട് പറയാ, ഒരു കാലി ബോക്സിൽ ഫുള്ളായിട്ടുള്ള ഒരു കോഫി മേടിച്ച് എൻ്റെ ഓട്ടോയുടെ ഫ്രണ്ടിൽ വെക്കാനുള്ള സാഹചര്യമില്ല. പക്ഷെ അതിന്റെ മുമ്പിൽ ഞാൻ ഒരു കാലി ബോക്സിൽ കല്ലെല്ലാം നിറച്ച് തൊട്ടടുത്തൊരു കടയിൽ നിന്ന് ഒരു പ്ലാസ്റ്റർ മേടിച്ച് ഒട്ടിച്ചു വെച്ചുകൊണ്ട് ഓട്ടോ ഓടുമ്പോൾ ബാക്കിൽ ഇരിക്കുന്ന യാത്രക്കാരത് എന്താന്ന് ചോദിക്കുമ്പോൾ വണ്ടി ഞാൻ സൈഡിലാക്കിയ ശേഷം ആ കോഫിയുടെ ഇത് ഡീറ്റെയിൽ ഓട്ടോറിക്ഷയുടെ ബാക്കിലുള്ള ബുക്ക് എടുത്ത് അവരുടെ കൈ കൊടുക്കുമ്പോൾ അവർ പറയും, ഇത് വായിച്ചു നോക്കിട്ടോ, വേണ്ട. അങ്ങനെ 160 പേരോളം ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരാള് ആദ്യമായിട്ട് കോഫി വാങ്ങിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിലെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വേണോ വേണ്ടയോ ആലോചിച്ച് നോക്കി. തടസ്സങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സിറാജുദ്ദീൻ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. തടസ്സങ്ങൾ ഉണ്ടായപ്പോഴാണ് ആ തടസ്സങ്ങളെ കീറി മാറ്റാൻ, ആ തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ എൻ്റെ ഉള്ളിൽ വേറൊരു എൻ്റെ മനസ്സ് എന്ന് പറയുന്ന എൻ്റെ തോന്നലുകൾ ഉണ്ടായി. ഞാൻ വായിക്കാൻ തുടങ്ങി, ഞാൻ പഠിക്കാൻ തുടങ്ങി, ഒരുപാട് അറിവുകൾ അറിയിച്ചു. ഇന്ന് എനിക്ക് പറയാൻ പറ്റും പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോ ഈ ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം, 20-ാം തീയതി കർണാടകത്തിന് വേണ്ടി നടക്കുന്ന പ്രോഗ്രാം, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ പോയി 20ഓളം ഡോക്ടേഴ്സിന് വേണ്ടി ഗാനോഡർമ പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കാവുന്ന തരത്തിൽ ഞാൻ മാനസികമായിട്ട് പ്രിപ്പയർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അതിന് തയ്യാറായതുകൊണ്ടാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഈ പാൻഡമിക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 100 കണക്കിന് വൈറസുകൾ ലോകത്തുണ്ട്. അതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്തായിരിക്കാം? ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക. DXN എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തിലൂടെ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകൾ എന്താണോ, നിങ്ങളുടെ സംശയം, അത് 100% വ്യക്തമായി അതിനെക്കുറിച്ച് പറയാൻ കഴിവുള്ള ആളുടെ അടുത്ത് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. എന്നെ ഒരു കാര്യം, എൻ്റെ ഗുരുക്കന്മാരിൽ ഞാൻ പ്രഥമ സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരുപാട് ഗുരുക്കന്മാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ എസ് രഞ്ജൻ. ഡോക്ടർ എസ് രഞ്ജൻ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ എന്തുകൊണ്ട് DXN ചെയ്തു? DXN എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൽ ഡോക്ടർ എസ് രഞ്ജൻ എന്ന് പറഞ്ഞ മുൻ ഇന്ത്യൻ തമിഴ്നാട് മുഖ്യമന്ത്രി MGRന്റെ കാർഡിയോളജി ഡോക്ടറായിട്ടുള്ള പി ശ്രീനിവാസൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മകൻ KR നാരായണന്റെയും വെങ്കിട്ടരാമന്റെയും കാർഡിയോളജി ഡോക്ടറായിട്ടുള്ള എസ് രഞ്ജൻ
കോടിക്കണക്കിന് രൂപ അസറ്റുള്ള ഡോക്ടർ എസ് രഞ്ജൻ എന്തുകൊണ്ട് DXN ഇഷ്ടപ്പെട്ടു? അദ്ദേഹത്തിന്റെ റിസൾട്ടാണ്. അദ്ദേഹത്തിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞു കൊടുത്ത 25 വയസ്സുള്ള രജനി ഭൂപതി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്കുണ്ടായ ബ്ലഡ് ക്യാൻസർ കംപ്ലീറ്റ് ഗാനോഡർമ ക്യൂർ ചെയ്തെന്ന് പറയുമ്പോൾ MD-DM കാർഡിയോളജി ഡോക്ടർ അങ്ങ് അമേരിക്കയിലെ മയോ ക്ലിനിക് ഹോസ്പിറ്റലിലെ വിസിറ്റിംഗ് സർജനായ ഡോക്ടർ എസ് രഞ്ജൻ ഈ പ്രസ്ഥാനത്തെ വാരിപ്പുണർന്നെങ്കിൽ, മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ ദുബായിലെ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരുന്ന ഫത്തേമ ഖനി എന്ന് പറയുന്ന പാകിസ്ഥാനി സ്വദേശി, അദ്ദേഹത്തിന്റെ വയറിനുണ്ടായിരുന്ന IBS ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖത്തിന് ഗാനോഡർമയുടെ കോഫി കുടിച്ചപ്പോൾ കിട്ടിയ റിസൾട്ട് 7.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലി എന്നേക്കുമായി വേണ്ടാതെ വെച്ചുകൊണ്ട് 2008 DXNലേക്ക് ഫുൾ ടൈം ഒരു DXN പ്രവർത്തകനായി ഈ മാർക്കറ്റ് സാധ്യത അത്രയും വലുതാണെന്ന് മനസ്സിലാക്കിയ ആ പ്രിയപ്പെട്ട മനുഷ്യൻ ഫത്തേമ ഖനി എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇന്ന് കാനഡയിൽ സെറ്റിലാണ്. ഏതാണ്ട് 40-50 ലക്ഷം രൂപ പ്രതിമാസ വരുമാനം വാങ്ങിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികളിൽ പോയി മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഡിഗ്രികൾ കളക്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 4ാം ക്ലാസ്സും 6ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ബീഹാറിലെ ഒരു ലേഡി ഇന്ന് 20-30 ലക്ഷം രൂപ, ധർമ്മശീല എന്ന് പറഞ്ഞ ലേഡി 20 ലക്ഷം 30 ലക്ഷം ഒക്കെ വാങ്ങിക്കുമ്പോൾ ഇവിടെ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്നോ വിദ്യാഭ്യാസം ഇല്ലെന്നോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല പ്രശ്നം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാത്രമാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ വളരെ കൃത്യമായി സ്പഷ്ടമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം ഇതിലൂടെ സമ്പന്നമാക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. അതാണ് എനിക്ക് ഈ ഒരു അവസ്ഥയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ സംശയങ്ങൾ പൂർണ്ണമായിട്ട് ദൂരീകരിക്കും. ശ്യാം വളരെ പവർഫുൾ. താങ്ക് യു. വളരെ 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 മനോഹരമായിട്ട് സാർ പറഞ്ഞു തന്നു എന്തുകൊണ്ട് ഓരോ വ്യക്തികൾ എന്തുകൊണ്ട് DXN ചൂസ് ചെയ്യുന്നു, എന്നിട്ട് അവർ എന്തുകൊണ്ട് DXN വിട്ട് പോവാതെ അതൊരു കരിയറാക്കി മാറ്റി. ആ ഒരു കരിയർ ഏതൊരു പ്രായക്കാരനും ഏത് സമയത്തും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ് DXN ബിസിനസ്. നമുക്കിപ്പം കാണാൻ പറ്റും പലരും 18 വയസ്സായ പല വ്യക്തികളും ഇപ്പം DXN മെമ്പേഴ്സ് ആണ്. അതിനു പുറമെ 60 വയസ്സും 65 വയസ്സുള്ള ആളുകള് വന്നിട്ട് നമുക്ക് എന്താണ് ഫ്യൂച്ചർ, അതായത് നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞു, ഇനി പെൻഷനോ കാര്യങ്ങളോ മാത്രം മതിയോ, ഇങ്ങനെ ഒരു ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി അവർക്ക് പാസീവ് ഇൻകം ആയിട്ടും കൂടി DXN മാറി വരുന്നു. Shall I move to the next question? Please. Let's not delay further. Okay. This is the third question, sir. Very nice question for you. Your team has started a new initiation by renaming the IOC package as My Home, My Shop. Yes. And the impact of this idea made a great change in the life of many people. Right. What was the inspiration behind this for you and your team? It's the right question, sir. This is the right question, and ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ശ്യാംജി ചോദിച്ചത്. വളരെ സന്തോഷം. അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്നോട് പലരും ചോദിക്കാറുണ്ട്. നിങ്ങളോട് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ലോകത്തെ പ്രമുഖ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പറോട് പറയാൻ നമുക്ക് ഭയമാണ്. ഒരാൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ചോദിക്കണം നിങ്ങളോട്, അതിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ: മണി ഉണ്ടാക്കുക എന്നുള്ളതല്ല, പാസീവ് ഇൻകം ഉണ്ടാക്കുക എന്നുള്ളത്. പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മേഖലയാണ്, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വഴിയാണ് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മേഖലയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഞാൻ പറഞ്ഞു വന്നത്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ലോകത്തുണ്ട്. അപ്പോ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ലോകത്തുള്ളത് സമ്പത്തുണ്ടാക്കുന്നത്. ഒന്ന് ആക്റ്റീവ് ഇൻകം ക്രിയേറ്റേഴ്സ്, രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പാസീവ് ഇൻകം ക്രിയേറ്റേഴ്സ്. ആക്റ്റീവ് ഇൻകം ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ they will be getting regular income money by their activity. അവരുടെ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ, ഫോർ എക്സാമ്പിൾ ഒരു പൊറോട്ട മേക്കർ പൊറോട്ട ഉണ്ടാക്കിയാൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. അയാൾ പറയണം, ഇന്നലെ ഞാൻ 100 പൊറോട്ട ഉണ്ടാക്കി, എനിക്ക് ഇന്ന് പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ഇന്നലെ 100 പൊറോട്ട ഉണ്ടാക്കിയെങ്കിലും ഇന്നലെ 100 പൊറോട്ടയുടെ പൈസ കൊടുക്കും. ഒരു ഡ്രൈവർ, അയാൾ പണിയെടുത്താൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ. ഒരു ബിൽഡിംഗ് വർക്കർ, അദ്ദേഹം പണിയെടുത്താലേ പൈസ കിട്ടുള്ളൂ. ഒരു ഡോക്ടർ, ഒരു ദന്ത ഡോക്ടറോ ഒരു സാധാരണ ഡോക്ടറോ, അദ്ദേഹം എല്ലാ ദിവസവും ഒരു ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു കസേരയിൽ വന്നിരുന്ന് രോഗികളുടെ വായി തുറന്ന് പല്ലെണ്ണി നോക്കി, അല്ലെങ്കിൽ രോഗികളെ പനി ഉണ്ടോ എന്ന് നോക്കി, ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഡോക്ടർക്ക് പേയ്മെന്റ് കിട്ടുള്ളൂ. ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗൗൺ ഇട്ടുകൊണ്ട് യുവർ ഓണർ എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പോയി നിന്നാൽ മാത്രമേ അദ്ദേഹത്തിന് പൈസ കിട്ടത്തുള്ളൂ. നേരെ മറിച്ച് അത് ആക്റ്റീവ് ഇൻകം ഗ്രൂപ്പിലാണെങ്കിൽ പാസീവ് ഇൻകം ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതൊരു 5% മാത്രമേ ഉള്ളൂ. ആ പാസീവ് ഇൻകം ക്രിയേറ്റേഴ്സ് ഉണ്ടാകണമെങ്കിൽ നമുക്കറിയാം, ഒരു വലിയ ബിൽഡിംഗ് ഓണർ, അദ്ദേഹം അത് ഉണ്ടാക്കിയ ശേഷം
എല്ലാ മാസവും 4, 5, 10, 20 ലക്ഷം രൂപ ബിൽഡിങ്ങുകൾ, ഫോർ എക്സാമ്പിൾ എറണാകുളത്ത് DXN ഓഫീസ് ഇരിക്കുന്ന ആ ബിൽഡിംഗ്, അല്ലെങ്കിൽ ചെന്നൈയിലെ നമ്മുടെ ഓഫീസ് ഇരിക്കുന്ന ബിൽഡിംഗ്, അത് DXന്റെ അതിന്റെ ഓണർ മന്ത്ലി ഒരു 4, 5, 10 ലക്ഷം രൂപ ബിൽഡിംഗ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് പാസീവ് ഇൻകം. ആ ഇൻകം കിട്ടാൻ വേണ്ടി അയാൾ ആ ബിൽഡിങ്ങിന്റെ ചുറ്റും കിടന്ന് ഓടണ്ട. ഇനി രണ്ടാമതൊരു ഗ്രൂപ്പും കൂടി ഉണ്ട്, പാസീവ് ഇൻകം ക്രിയേറ്റേഴ്സ്. ഒരു പുസ്തകം എഴുതി, നല്ലൊരു പുസ്തകം, പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള, അല്ലെങ്കിൽ MT വാസുദേവൻ നായർ, അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് വീണ്ടും പ്രിന്റ് ചെയ്യണമെങ്കിൽ ആ പാത്തുമ്മയുടെ ആട് പ്രിന്റ് ചെയ്യുന്ന ഓരോ പ്രിന്റിങ്ങിനും അദ്ദേഹത്തിന് റോയൽറ്റി കൊടുക്കണം. ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ ഫോം ഓഫ് പാസീവ് ഇൻകം. പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട സിരാജുദ്ദീനും അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പലർക്കും പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ വേറെ എന്ത് വഴിയാണ് നമുക്കുള്ളത്? ഇവിടെ DXN അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യുന്നത്, കിട്ടുന്നത്, അതിൽ വർക്ക് ചെയ്യാൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞാൽ അയാൾക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ ക്രിയേറ്റ് എ ഗ്രൂപ്പ് ഓഫ് ക്വാളിറ്റി കൺസ്യൂമേഴ്സ്. ഒരു ഗ്യാസ് ട്രബിൾ ഉള്ള ആൾക്കോ അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളോ ഒരു കോഫി കുടിച്ചാൽ അത് വെൽ ആൻഡ് ഗുഡ് ആണെങ്കിൽ, നമുക്കറിയാം ഇന്ന് പലരും നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ തിരക്കി പല സ്ഥലത്തും പോയി വണ്ടിയൊക്കെ ഓടിച്ചിട്ട് പോയി ഭക്ഷണം മേടിച്ച് വീട്ടിക്കൊണ്ടുവരാണ്. അത് അതിന്റെ രുചി കൊണ്ടാണ്, അതിന്റെ ടേസ്റ്റ് കൊണ്ട് മാത്രമാണ്. സോ നമ്മളൊരു കോഫി കുടിച്ചാൽ, ഒരു കോഫി എങ്ങാനും കുടിച്ചു പോയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, റോയൽ കോഫി, അതായത് ജബീലിൽ നിന്ന് നേരത്തെ മിഥുൻ സംസാരിച്ച പോലെ ജബീൽ കോഫി എന്ന് പറയുന്നത് ദുബായ് പാലസിലെ രാജാവ് രാവിലെ മുത്തുന്ന കോഫി. 50ഓളം ബോക്സ് റെഡ് കാർപ്പറ്റിലൂടെ, അതായത് മലേഷ്യയിൽ നിന്ന് വിമാനം ദുബായ് എയർപോർട്ടിൽ ഇറങ്ങി കഴിയുമ്പോൾ യാതൊരു ചെക്കിങ്ങും ഇല്ലാതെ ദുബായ് പാലസിലേക്ക് പോകുന്ന 50 ബോക്സ് കോഫിയിൽ, അതിന്റെ ഒരു ബോക്സ് കോഫിയിൽ നിന്നും ജബീൽ എന്ന സെപ്പറേറ്റ് പേരിട്ടുകൊണ്ട് ആ കോഫി കട്ട് ചെയ്ത് അതിന് മഷ്റൂമും വെജിറ്റബിൾ ക്രീമറൊക്കെ ഉള്ള കോഫി രാജാവ് കഴിക്കുമ്പോൾ അതേ രാജാക്കന്മാരാണ് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഈ കോഫി കുടിക്കുന്ന മറ്റെല്ലാവരും. എല്ലാത്തിലും ഫലത്തിലും മനുഷ്യരെല്ലാവരും ഒന്നാണ്. അപ്പോ മെയിൻ ആയിട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു, ഗുഡ് പ്രൊഡക്റ്റ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന IOC, ഐസിംഗ് ഓൺ ദ കേക്ക് എന്ന് പറയുന്ന സംഭവത്തിലൂടെ എനിക്ക് 100% ഉറപ്പാണ്, ഇന്ന് നമ്മൾ 300 കോടി രൂപ ടേൺ ഓവറിൽ നിന്നും 2022 3000 കോടിയിലേക്കുള്ള കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുന്ന ഒരു പടക്കുതിരയുടെ ശക്തി പോലെ നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക, നമ്മൾ പ്രവർത്തിക്കാൻ. അതിനുവേണ്ടിയുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള കോപ്പുകളും നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക. 100% ഉറപ്പാണ്. നമ്മളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന എന്റെ DXN പ്രവർത്തകരെ നിങ്ങൾ ആലോചിച്ചോളുക. ഇന്ത്യ മഹാരാജ്യത്ത് 65% യങ്സ്റ്റേഴ്സ് ഉള്ള ഈ കൺട്രിയിൽ DXN എന്ന് പറയുന്നത് 190 രാജ്യത്തേക്ക് പെനട്രേറ്റ് ചെയ്ത, ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങൾ അംഗീകരിച്ച് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ യങ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അവർ റെഡി ആയി കഴിഞ്ഞു. അരയും തലയും മുറുക്കിക്കൊണ്ട് അവർ റെഡി ആയി കഴിഞ്ഞു. പഴയ ആളുകൾ കുറച്ചുപേർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. 3000 കോടിയിലേക്കുള്ള യാത്ര തുടങ്ങുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ മന്ത്ലി 10, 40, 50, 60, 1 കോടിയൊക്കെ വരുമാനം വാങ്ങിക്കുന്ന തലത്തിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് വെടിമരുന്ന്, അതിന് തീ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് ഈ ഒക്ടോബർ മാസം DXN കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്ത IOC അഥവാ ഐസിംഗ് ഓൺ ദ കേക്ക്. അതിൽ മൈ ഹോം മൈ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഹെഡിങ്ങിലൂടെ നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നു. എനിക്ക് 100% ഉറപ്പാണ് നമ്മൾ സക്സസ് ആണ്. ഇന്നലെ നടന്ന പ്രോഗ്രാമും എല്ലാ തിങ്കളാഴ്ചയും 7:30, 8:30 എന്ന് പറയുന്ന ദിവസം ഉണ്ടായെങ്കിൽ ആ പ്രോഗ്രാമിൽ നമ്മളെല്ലാവരും ഭംഗിയായിട്ട് ഹാജരായിരിക്കും. അതുകൊണ്ട് ആ യാത്രയിൽ നമ്മളോടൊപ്പം കൂടാനാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ആ IOC എന്ന് പറയുന്ന ഡോക്ടർ ലിമ്മിന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആ ഒരു പ്രക്രിയ ഇവിടെ ഒരു വലിയ മാറ്റത്തിന് നാന്ദി കുറിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. Fantastic answer, once again, fantastic answer. Can you hear me? Yes, ഇപ്പൊ കേൾക്കാം. You can hear me? Okay. Just fantastic answer. കാരണം സാറിന്റെ ആ ഒരു, അതായത് ഓൾ ഓവർ ഈ 2 ദിവസം മുമ്പ് നൈജീരിയയിൽ ഡോക്ടർ ലിമുമായിട്ട് നടന്ന ഒരു പ്രോഗ്രാമില് ഡോക്ടർ ലിമു പറഞ്ഞൊരു വാക്ക് എന്റെ മനസ്സിന് വല്ലാണ്ട് കോരിത്തരിപ്പിച്ചു ശ്യാംജി. എന്താണെന്നറിയാമോ? അതായത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് ലോകത്ത് 2% ഗ്രോത്തിലുള്ളപ്പോ DXന്റെ ഗ്രോത്ത് 20% ആണ്. ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്ലീപ്പിംഗ് ലയൺ, കണ്ണു തുറക്കും ഡിജിറ്റൽ ഇന്ത്യയും അതല്ലെങ്കിൽ ഫോറിൻ പ്രൊമോഷൻ ഇൻവെസ്റ്റ്മെന്റ് ബോർഡിന്റെ പല പ്രക്രിയകളൊക്കെ മാറ്റിക്കൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പ്രോഗ്രാമുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വലിയ പ്രശ്നം 65% യങ്സ്റ്റേഴ്സ് ഉള്ള ഈ കൺട്രിയിൽ ജോലി കൊടുക്കുക എന്നുള്ള വലിയ പ്രശ്നമാണ്. അവിടെയാണ് സിദ്ധപ്പെട്ട് പോലെയുള്ള സ്ഥലത്ത് 100 ഏക്കർ സ്ഥലത്ത് ആയിരക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ ഫാക്ടറി വരുമ്പോ ബുദ്ധിയില്ലാത്തൊരു മനുഷ്യനാണോ ഡോക്ടർ ലിംസിയോജി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ എത്രയോ ബിസിനസ് എടുക്കാൻ തയ്യാറാകും. നമുക്കിവിടെ വേണ്ടത് നമ്മൾ സക്സസ്ഫുൾ ഒരു 600 രൂപ ഓട്ടോറിക്ഷക്കാരന് ഇതുപോലെ സക്സസ് ആയി എങ്കിൽ നിങ്ങൾക്ക് 100% ആകാൻ പറ്റും. അപ്പൊ അതിന് തയ്യാറാകുന്ന ബ്രെയിൻ ഉള്ള ആൾക്കാരെ നമുക്ക് വേണം. അത് IOCയിലൂടെ നമുക്ക് ഫോക്കസ് ചെയ്യണം.
അതെ സർ, വളരെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. അതായത് സാറിന് ആ ഒരു വിഷൻ ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ ക്ലബിലും അതൊരു വിഷൻ. അതായത് ഇപ്പം 300 കോടി ടേൺ ഓവർ ആണെങ്കിൽ അത് 22-23 ആകുമ്പോഴേക്കും 2023 ആകുമ്പോഴേക്കും അത് 3000 കോടിയിലേക്ക് എത്തണം. 2021-22 അതെ, 22ലേക്ക് അത് 10 മടങ്ങ് വർദ്ധിച്ച് 3000 കോടിയിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അതെ, 3000 കോടിയിലേക്ക് നമ്മൾ ടോട്ടൽ ടേൺ ഓവർ പറഞ്ഞു. ആ സമയത്ത് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ DXN കേരളത്തിന്റെയോ DXN ഇന്ത്യയിലെയോ ടേൺ ഓവർ എത്രത്തോളം ആയിട്ടുണ്ടാവും. നമ്മുടെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും വരുമാനം, ഓരോ നെറ്റ്വർക്കേഴ്സിന്റെയും വരുമാനം എത്രത്തോളം ഇൻക്രീസ് ആവുന്ന കാര്യം. കാരണം പ്രൊഡക്ട്സ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ്. ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ സിംബും iOS-നും എടങ്കയും വലങ്കയും ഇത്രയും സ്ട്രോങ് ആയ ഒരു മാർക്കറ്റിംഗ് പ്ലാനിൽ വേറൊരു കമ്പനി നമ്മുടെ മുന്നിലെ DXN അല്ലാതെ ഇല്ല. Shall we move on to the next question, sir? Yeah, please. So what is really required for a person to be successful in DXN? Is it motivation? Is it aim? Or is it something else? ഒരു വ്യക്തിക്ക് DXN വിജയിക്കാൻ എന്താണ് സാർ ഏറ്റവും അധികം ആവശ്യമുള്ളത് സാറിന്റെ വേർഡ്സിൽ നിന്ന്? വളരെ വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു വ്യക്തിക്ക് DXN വിജയിക്കണമെങ്കിൽ DXN എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് അറിയാമോ? ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. ഇന്ന് ആ സമ്പാദ്യത്തിൽ ഡോക്ടർ ഇപ്പൻ കോശിയുടെ വാക്കുകളോ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ശശിധരൻ സാറിന്റെ വാക്കുകളോ ഒക്കെ കടമെടുത്ത് നോക്കിയാൽ ലോകത്തിന്റെ ഇമ്മ്യൂണിറ്റി താഴോട്ടായി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് കണ്ടൊന്ന് തുറക്കാൻ പറ്റണം. ഒരു 20 വർഷക്കാലം മുമ്പ് കേരളത്തിന്റെ പല ഭാഗത്തേക്ക് പോയാൽ, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്യാൻ നിങ്ങൾക്കായാൽ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടായിരുന്നു. ചേർത്തലയിൽ പോയാൽ ഒരു വേറൊരു രുചിയുള്ള ഭക്ഷണം, ചേർത്തലയിലെ ഭാഷയും വേറെയാണ്. തൃശ്ശൂർ ചെന്നാൽ വേറൊരു ഭാഷയാണ്. കാസർഗോട്ടേക്ക് പോയാലോ കണ്ണൂർ ചെന്നാലോ ഇപ്പൊ ശ്യാം സാർ പറയുന്ന പോലെ കണ്ണൂരത്തെ വേറൊരു ഭാഷയാണ്, അവിടെ വേറൊരു രുചിയാണ്. കോഴിക്കോടിന്റെ രുചിഭേദങ്ങൾ പറയാതിരിക്കണം. കോഴിക്കോട് കണ്ടിക്കുക എന്ന് ചോദിച്ചിട്ടുള്ള പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇടുക്കിയിൽ ചെന്നാൽ മറ്റൊരു രുചിയാണ്, തിരുവനന്തപുരത്ത് ചെന്നാൽ വേറൊരു രുചിയാണ്, കൊല്ലത്ത് വേറെയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പല രുചികളും പല ഭേദങ്ങളും. ഈ തൊടുപുഴയിലൊക്കെ പോയി ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ 2 ഗ്ലാസ് ചായക്ക് ഈക്വലന്റ് ആയിട്ടുള്ള നിറയെ വലിയ ഗ്ലാസ്സിലെ ചായ കിട്ടും. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മുട്ടിന് കുഴിമന്തിയും ഹാംബർഗറും ഹോട്ട് ഡോഗും ഷവായി, ഒരു സാധനത്തിന്റെ പേരാ ഷവായി എന്ന് പറഞ്ഞൊരു ഫുഡ്. അതിന്റെ ഇടയ്ക്ക് ഒരു മായും കൂടി ചേർത്താൽ ശവമായി എന്ന് പറയാം. ഇങ്ങനെ പാക്ഡ് ഫുഡ് കഴിക്കാൻ നിങ്ങൾക്കറിയാമോ? ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഡിസീസ് ഉള്ള കൺട്രി നിങ്ങൾ നെറ്റിൽ പോയി നോക്കിയാൽ മതി, US-ലാണ്. ഒരുപക്ഷെ സോഫ്റ്റ് ഡ്രിങ്ക് കോളകൾ ഏറ്റവും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത കൺട്രി എവിടെയാ? അതിനകത്ത് ചേർക്കുന്ന PEG എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്, പോളി എത്തിലിൻ ഗ്ലൈക്കോൾ. അതായത് വിന്റർ സീസണിൽ വണ്ടികളിൽ എഞ്ചിൻ ഓയിൽ കട്ടപിടിക്കാതിരിക്കാൻ ചേർക്കുന്ന ഒരു കെമിക്കലാണ് PEG, പോളി എത്തിലിൻ ഗ്ലൈക്കോൾ. ഫോറിൻ രാജ്യങ്ങളിൽ തണുപ്പ് കാലത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിടാതിരിക്കാൻ എഞ്ചിൻ ഓയിലിനകത്ത് ചേർക്കുന്ന ഒരു കെമിക്കലാ PEG. നിങ്ങളൊരു ഏതെങ്കിലും ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങിച്ചിട്ട് ഒരു റെഫ്രിജറേറ്ററിൽ വെക്കുക, ഒരു കുപ്പി വെള്ളം വെക്കുക, രണ്ടും പുറത്തെടുക്കുക. 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ എടുത്ത വെള്ളത്തിനകത്ത് ഐസ് ഉണ്ടാവും. നിങ്ങൾ മേടിച്ച കോള 24 മണിക്കൂർ കഴിഞ്ഞാലും അതിനകത്ത് ഐസ് ആകത്തില്ല. അതിനകത്ത് ചേർത്തിരിക്കുന്ന ഈ PEG ആണ് കാരണം. ഞാൻ പറഞ്ഞു വന്നത് പുതിയ ജനറേഷൻ മുഴുവൻ പലതരത്തിലുള്ള കോളകളും ജങ്ക് ഫുഡിന്റെയും പുറകെ പോവുകയാണ്. കണ്ണും കാതും തുറന്ന് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോകത്തുള്ള മനുഷ്യരെല്ലാം ബാക്ക് ടു നേച്ചർ, തിരിച്ച് പ്രകൃതിയിലേക്ക് പോവുകയാണ്. അവിടെയാണ് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു ഭക്ഷണം ലോകത്തുള്ള വലിയ വലിയ കോടീശ്വരന്മാര് സർട്ടിഫൈ ചെയ്തുകൊണ്ടുള്ള, മുൻപ് പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തി മാത്രം ഉപയോഗിക്കുന്ന വലിയ വലിയ കൊത്തകങ്ങളെല്ലാം നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഈ പ്രൊഡക്റ്റ് ഒന്ന് പറയാൻ തയ്യാറായാൽ ഒരു തർക്കവും വേണ്ട പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്താണോ, മാനസിക പ്രതിസന്ധി എന്താണോ, ടൈം ഇല്ല എന്ന് പറയുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളാണോ, അതെല്ലാം ദൂരീകരിക്കാൻ ഈ മഹാപ്രസ്ഥാനത്തിലൂടെ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. നമ്മൾ 100% അതുമായി മുന്നോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വെരി പവർഫുൾ പ്രോഡക്റ്റ്. അതുകൊണ്ട് ഒരു വ്യക്തി ഇതിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം വ്യക്തവും സ്പഷ്ടവും ക്രിസ്റ്റൽ ക്ലിയറുമായിട്ട് ഈ പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് കണ്ണും കാതും തുറന്ന് കാണാനുള്ള ഒരു മനസ്സാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ സർ, വളരെ വളരെ ഭംഗിയായിട്ട്, അതായത് നമ്മുടെ പ്രൊഡക്ട്സ് എന്തുകൊണ്ട് എങ്ങനെ നമ്മളൊരു വ്യക്തി DXN ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ആ വ്യക്തി സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ഒരു കൺസ്യൂമർ ആയിട്ടായിരുന്നു. ഒരു കൺസ്യൂമർ ആയതിനു ശേഷം, അതൊരു സ്ട്രോങ് കൺസ്യൂമർ ആയതിനു ശേഷം മാത്രമേ അവർക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവാനോ ഈ പ്രൊഡക്ട്സിനെ പ്രൊമോട്ട് ചെയ്യാനോ സാധിക്കൂ.
വളരെ മനോഹരമായിട്ടാണ് സാറ് പറഞ്ഞു തരുന്നത്. താങ്ക് യു. സമയത്തിന്റെ ആ ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് വി ആർ മൂവിംഗ് സം ഫാസ്റ്റ്. ഓക്കെ, വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ യു. ഞാൻ ഓക്കെ പറയൂ സർ പ്ലീസ്. ഞാന് എനിക്ക് ഇപ്പൊ പറഞ്ഞു വരുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തിങ്ങി നിറയാണ് മനസ്സിൽ. യു ക്യാൻ സർ. എല്ലാ കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. Sure, sir. Sure. Please go for the next question. I'm ready. This is the next question, sir. DXN has introduced Wall of Honor Achievement and Day 1 QST Achiever titles. ഇങ്ങനെയുള്ള ടൈറ്റിൽസ് കാര്യങ്ങൾ DXN 2 മാസം മുന്നേ അത് മാർക്കറ്റിലേക്ക് മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. കേരളത്തിൽ തന്നെ പലരും ഇത് അച്ചീവ് ആയിട്ടുണ്ട്. ഇനിയും കുറെ പേർ അച്ചീവ് ആവാൻ ബാക്കിയുണ്ട്. സർ, ഈ ഒരു സംഭവം ഹൗ ഡു യു തിങ്ക് ബൈ അച്ചീവിംഗ് ദീസ് മൈൽ സ്റ്റോൺസ് will benefit the DXN members? ഇങ്ങനെ ഒരു മൈൽ സ്റ്റോണിൽ എത്തിപ്പെടുമ്പോൾ അത് എങ്ങനെയാണ് സാർ ഓരോ മെമ്പേഴ്സിനും ബെനിഫിറ്റ് ആയിട്ട് മാറുന്നത്? വളരെ സന്തോഷം. പ്രിയപ്പെട്ട ശ്യാംജി, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ, നമുക്കറിയാം കുഞ്ഞുനാളില് നമുക്ക് അമ്മ ഭക്ഷണം തരുമ്പോ മുറ്റത്ത് കൊണ്ടുപോയി നിർത്തി അമ്പിളിയമ്മാവനെ കാണിച്ചിട്ട് അമ്പിളി അമ്മാവൻ എന്നാണ് പറയാ. അവിടെ തുടങ്ങി നമുക്കൊരു മോട്ടിവേഷണൽ ഫാക്ടർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ മനസ്സിൽ. എടാ, നീ ഇത് പഠിച്ചാൽ നിനക്കൊരു ചോക്ലേറ്റ് തരാമെന്ന് പറയുമ്പോ, നീ അത് ചെയ്താൽ നിനക്ക് അത് മേടിച്ചു തരാം, അല്ല അമ്മ മോന് ഇതുണ്ടാക്കി തരാം എന്ന് പറയുമ്പോ ആ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ, അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ മോട്ടിവേറ്റഡ് ആയത്. ഇവിടെ നമുക്കറിയാം വേറൊരു രൂപത്തിലും നമ്മുടെ കമ്പനിക്ക് ഇപ്പോ നിങ്ങളൊന്ന് ഒരു മാല അണിയിക്കാനോ ഒന്നും പറ്റുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് അവരെ പ്രൊമോട്ട് ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. അതിന് ഒരുപക്ഷെ ശ്യാംജിയോ അല്ലെങ്കിൽ രാഹുൽ സാറോ അല്ലെങ്കിൽ കമ്പനിയുടെ ആൾക്കാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തോന്നൽ ഒരാളുടെ ഉള്ളിൽ വരുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും കാര്യങ്ങൾ ലോകത്തുണ്ടാകുക. എനിക്ക് തോന്നുന്നു ഈ വാൾ ഓഫ് ഓണർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് തോന്നുന്നു 100 പേരോളം നമ്മുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 100 കണക്കിന് ആളുകൾ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 3500 PV ഡേ 1 ചെയ്യുമ്പോൾ ഞാനും എല്ലാ 2 പ്രാവശ്യവും വാൾ ഓഫ് ഓണറിലും. കാരണം അതൊരു ചെറിയൊരു ഇടത്താവളം മാത്രം. നിങ്ങൾ എന്തായാലും 3000 PV ചെയ്തേ പറ്റും. ഒരു 3500 PV ചെയ്താൽ ഒരു കമ്പനിയുടെ ഒരു പ്രത്യേക പ്രസന്റേഷനിൽ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരാളാണെന്ന് കമ്പനിക്ക് മനസ്സിലാകാനും അത് 10 പേര് കാണാനും നമുക്കൊരല്പം മോട്ടിവേഷൻ കിട്ടാനും അമ്മുമ്മ അല്ലെങ്കിൽ അമ്മ കഥ പറഞ്ഞു തന്ന് ഭക്ഷണം കഴിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു മോട്ടിവേഷൻ പോലെ ഇതൊരു തിരിച്ചറിവിന്റെ സമയമാണ്. കമ്പനി ചെയ്യുന്ന ഈ പ്രോഗ്രാമുകളോടെല്ലാം തന്നെ ആകാവുന്ന അത്രയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സഹകരിക്കണം. അപ്പോ എല്ലാ 1-ാം തീയതിയും വാൾ ഓഫ് ഓണറിൽ പേര് കയറാൻ നിങ്ങൾ ഇപ്പോഴേ തയ്യാറാവണം. ഈ ദിവസം മുതൽ 1-ാം തീയതി ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഫ്രീ ആയി. പിന്നെ 29 ദിവസം എന്ത് ചെയ്യണം? അടുത്ത 1-ാം തീയതിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. സിമ്പിൾ, ഈസി, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ചെയ്ത് കാണിച്ചു തരണം. കാര്യം ശരിക്കും, അതായത് സാറ് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയുകയാണ്. അതായത് നമ്മൾ 1-ാം തീയതി 3500 പേഴ്സണൽ PV ചെയ്ത് കഴിഞ്ഞ വ്യക്തി 30-ാം തീയതി ഓടിയിട്ട് അയ്യോ എന്റെ പേഴ്സണൽ PV മിസ്സായി, എന്റെ ക്വാളിഫിക്കേഷൻ മിസ്സായി എന്ന ടെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ബാക്കി 29 ദിവസവും റിക്രൂട്ട്മെന്റും അവരുടെ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാനും അവരുടെ ബിസിനസ്സിലും കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം 3500 പേഴ്സണൽ 1-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഫ്രീ ആകുകയും ചെയ്തു. നമ്മൾ കുറിച്ച് ആലോചിക്കണ്ടല്ലോ. 29 ദിവസം തലകുത്തി മറിയാലോ. 29 ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും നമുക്ക് ഈ 3500 പേഴ്സണൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് 1-ാം തീയതി ആവണമെന്നില്ല. അതെ, ചില വ്യക്തികൾക്കായാലും ബീഹാറിൽ ഡേ 1 ഇത് ഈ വാൾ ഓഫ് ഓണർ ഇല്ലാത്ത സമയത്ത് തന്നെ ഡേ 1-ൽ തന്നെ ആദ്യത്തെ ദിവസം തന്നെ 1.25 കോടി 1.5 കോടി രൂപ ടേൺ ഓവർ വരുന്നുണ്ടെന്ന് രാജീവ് സാർ പറയാറുണ്ട്. അവരിത് ഈ സംഭവമാണ് അവർ ചെയ്യുന്നത്. ഈ സെയിം സംഭവം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാലുള്ള ഗുണമാണ് ഇത്. അതായത് നമുക്ക് ബെനിഫിറ്റ് ബോണസ് കൂടുകയും ചെയ്യും. ടെൻഷൻ ഫ്രീ ആയിട്ട് ഫ്രീ ബേർഡ് ആയിട്ട് വീണ്ടും വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി സാർ, ഈ ഒരു ആൻസറിന് വളരെ നന്ദി. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് സാറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് ആണ് നമ്മുടെ DXN ന്യൂ മെമ്പേഴ്സിനും റിക്രൂട്ടേഴ്സിനും. അതായത് സാറിന്റെ റൂട്ട് മാപ്പ്, ഇപ്പൊ റൂട്ട് മാപ്പിന്റെ സമയമാണല്ലോ, എസ്പെഷ്യലി കോവിഡ് കേസിനായതുകൊണ്ട് റൂട്ട് മാപ്പിന്റെ ഒരു കാലഘട്ടമാണിത്. അപ്പോ റൂട്ട് മാപ്പ് ഓഫ് മിസ്റ്റർ സിറാജുദ്ദീൻ സക്സസ് ഈസ് ഹൈലി മോട്ടിവേഷണൽ തിങ്. അതായത് സാർ വന്ന ഒരു ഹംബിൾ ബാക്ക്ഗ്രൗണ്ടിൽ വന്നു. സാറിന്റെ അച്ചീവ്മെന്റ് ഞാൻ ഫസ്റ്റ് കാണിച്ച പോസ്റ്റ് പോലെ സാറിന്റെ ആ ഒരു ട്രാൻസിഷൻ അത് വളരെ മനോഹരമാണ്. കാരണം ഏതൊരു വ്യക്തിയും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് സാറിന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
So this is my question, sir. The roadmap of Mr. Siraj's success is highly motivational. What advice would you like to give the new generation of DXN? ഐ ലവ് ആക്ച്വലി എനിക്ക് എൻ്റെ ഈ പുത്തൻ ജനറേഷനിലുള്ള ആൾക്കാരോട് പറയാനുള്ള വളരെ സന്തോഷമുണ്ട്. കാരണം ഈ വിവേകാനന്ദൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിൽ പോയി പന്ത് കളിക്കാനാണ് പറഞ്ഞത്. പന്ത് കളി വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇന്ന് രാവിലെ 1 മണിക്കൂർ 20 മിനിറ്റോളം ഞാൻ കളിച്ചു. അതെല്ലാം 19, 20, 21 വയസ്സുള്ള പിള്ളേരുടെ കൂടെ. എനിക്കിപ്പോൾ 53 വയസ്സായി. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ യുവത്വത്തിന് പ്രോപ്പറായി ഒരു ചാനൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. എനിക്ക് പേരെടുത്ത് പറയേണ്ടി വരുന്നു ഇവിടെ. നമ്മുടെ അലി അക്ബർ ആണെങ്കിലും സിസിൽ രാജ് ആണെങ്കിലും കുഞ്ഞുപ്പയുടെ ഡോക്ടർ നിഷ, കുഞ്ഞുപ്പയുടെ മോള് നിഷയാണെങ്കിലും ഇവിടെ ചേർത്തലുള്ള ശരത്താണെങ്കിലും നിതിനാണെങ്കിലും പ്രദീപ് സാറൊക്കെ നമ്മുടെ മുമ്പിൽ വലിയ വഴികൾ കാണിച്ചു. നിതിൻ എനിക്കറിയാം, അഹോരാത്രം നെറ്റിലിരുന്നുകൊണ്ട് ഏതാണ്ട് 300-400ഓളം പേരടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പിനെ റെഡിയാക്കിയപ്പോൾ അതിന്റെ മാതൃക പാലിച്ചുകൊണ്ട് റോബി പി ഫിലിപ്പ് എന്ന് പറഞ്ഞ എന്റെ ഹെഡ് മാസ്റ്ററുടെ മകൻ, എന്റെ സുഹൃത്ത്, ഇവരെല്ലാം ഇന്റർനെറ്റിൽ ഏകദേശം 54ഓളം പേര് ഭംഗിയായിട്ട് ചെയ്യാം. ഇന്ന് നെറ്റിലൂടെയാണ് അവർ പലതും ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചരിത്രത്തിൽ DXN വൺ വേൾഡ് വൺ മാർക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡോക്ടർ ലിൻസിയോയും തുടങ്ങുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കി. 20 വർഷം പിന്നിട്ടപ്പോൾ അത് സക്സസ്ഫുൾ ആയി. പക്ഷേ നമ്മൾ ചിറക് വിരിച്ചു കഴിഞ്ഞു, താഴോട്ടുള്ള പ്രവർത്തനങ്ങളായിട്ടില്ല. ഇപ്പം നൈജീരിയയിൽ നമുക്ക് ഏകദേശം നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ടീമാണ് ഏകദേശം 70%. അതിന്റെ ചുക്കാൻ പിടിച്ചിട്ടുള്ള മിസ്റ്റർ പ്രദീപ് വളരെ സന്തോഷത്തിലാണ്. അതേസമയം തന്നെ നിതിൻ സാംബിയെ എപ്പോൾ വേണമെങ്കിലും ഉദ്ഘാടനം ചെയ്യാം. എന്നെ കേൾക്കുന്ന ന്യൂ ജനറേഷൻ പുതിയ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് വേണമെങ്കിലും പഠിച്ചോളൂ എന്റെ പ്രിയപ്പെട്ട, നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി ജോലിക്ക് വേണ്ടി തയ്യാറായിക്കോളൂ. പക്ഷേ DXN നിങ്ങൾ ഒരു തരത്തിൽ ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു മൊബൈൽ ഫോണിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിനേക്കാൾ 1000 മടങ്ങ് വരുമാനം തരാൻ കഴിവുള്ള ഒരു സംഭവമാണ് DXN എന്ന് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കുക. നിങ്ങൾ സ്വപ്നം കാണുന്ന, നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുന്ന, അതൊക്കെ പഠിച്ചു പോയ പലരും അതിൽ ജോലി എടുത്തിട്ട് അത് വേണ്ടാന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങളുടെ പഠിത്തത്തെ അല്ലെങ്കിൽ പിന്നോട്ടടിപ്പിക്കാനല്ല പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കണം, മാക്സിമം പഠിക്കണം. ഓരോ ദിവസവും പഠിക്കുമ്പോൾ ഓരോന്ന് പുതിയതാ പഠിക്കുക. അപ്പൊ അതുകൊണ്ട് പുതിയ ജനറേഷൻ ഇന്റർനെറ്റിലൂടെ നമുക്കറിയാം, എറിക് യുവാൻ എന്ന് പറഞ്ഞ ആളാണ് സൂം ആപ്പ് കൊണ്ടുവന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, ഈ സൂം ആപ്പും അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ഓണറും അല്ലെങ്കിൽ ബിൽഗേറ്റ്സിനെയൊക്കെ പഠിക്കുമ്പോൾ, ജാക്മയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കൊറോണ വൈറസിനേക്കാൾ ഫാസ്റ്റായിട്ട് വൈറലായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവരാണ് നമ്മുടെ പുതിയ ജനറേഷൻ. യൂസഫ് അലി സാറ് പറഞ്ഞ പോലെ കൊറോണയൊന്നും നമ്മുടെ മുമ്പിൽ ഒന്നുമല്ല. നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുമ്പോൾ ഈ കൊറോണയ്ക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ ശക്തി കൂടി വരുമ്പോൾ കൊറോണയും എല്ലാ വൈറസുകൾക്കെതിരെയും നമ്മുടെ ബോഡി ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒരു മഹത്തായ പ്രൊഡക്റ്റ് ഒരു കൊച്ചു മുറിയിൽ ഇരുന്നുകൊണ്ട് ലോകത്ത് മുഴുവൻ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് ഒരുപക്ഷെ പുതിയ ജനറേഷനിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക്, കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഒരു നല്ല പ്ലാൻ, നിങ്ങൾ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കണം. ആ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് സിസിൽ രാജിനെ പോലെയുള്ള സാറിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ സഹായിക്കാൻ, ഒരുപാട് ആളുകളെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, വലിയ വിഷങ്ങളൊക്കെ കഴിച്ച് ജീവിതത്തിലെ ഒരു കൊച്ചു കാലം മുഴുവൻ ഡയബറ്റിക് ഒക്കെ ബാധിച്ച് പെരിഫറൽ ന്യൂറോപ്പതി ഒക്കെ വന്ന് നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവർക്കൊക്കെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് സ്പഷ്ടമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് നിങ്ങളിൽ പലർക്കും. അത് വേൾഡ് മുഴുവൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ജീവിതം ആസുരവും സമ്പന്നവുമാക്കാൻ ഈ മഹാപ്രസ്ഥാനത്തിലൂടെ പറ്റും എന്നുള്ളതാണ് എനിക്ക് പുതിയ ജനറേഷൻ 18 വയസ്സ് കഴിഞ്ഞ എന്റെ യുവത്വത്തിനോട് പറയാനുള്ളത്. വളരെ വളരെ ശരിയാണ് സർ. കാരണം ഇപ്പോൾ സാർ ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ പ്രദീപ് സാറിന്റെ കാര്യം പറഞ്ഞു, നിതിൻ സാറിന്റെ കാര്യം പറഞ്ഞു. കുറച്ചു മുന്നേ പ്രദീപ് സാർ നമ്മുടെ എറണാകുളം ബ്രാഞ്ചിലേക്ക് വരികയുണ്ടായി. അദ്ദേഹം പറഞ്ഞ കാര്യം അതിശയപ്പെട്ട ഒരു കാര്യമാണത്. അതായത് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം 17 രാജ്യങ്ങളിലാണ് ആ വേരുകൾ ഉറപ്പിച്ചിട്ടുള്ളത്. ചെറിയൊരു എഫർട്ടില്ല സാർ, ശരിക്കും ഹാർഡ് വർക്കാണ്. പ്രദീപ് സാറിന്റെ ആ ഒരു കാരണം ടൈമിംഗ്, ഇന്റർനാഷണൽ ടൈമിംഗ് വ്യത്യാസമാണല്ലോ. നമ്മുടെ ഷോ ഇന്ന് 2:30 ഇവിടെ നടക്കുമ്പോൾ 4 മണിക്കൂറും 5 മണിക്കൂറും ഡിലേ ആയിട്ടാണ് മറ്റു രാജ്യങ്ങളിൽ നടക്കുന്നുണ്ടാവുക, അവർ മറ്റു രാജ്യങ്ങൾ വരെ കാണുന്നുണ്ടാവും. അതേപോലെ രാത്രി ഇരുന്ന് കുറെ എഫേർട്ട് ഉണ്ട്, ഉറക്കൊഴിഞ്ഞും അവർക്ക് ഡൗട്ട്സ് എപ്പോൾ വിളിച്ചാലും കോണ്ടാക്ട് മുമ്പിൽ അവരുണ്ടാവും. ആ ഒരു വീഡിയോ കോൺഫറൻസിങ്ങോ കാര്യങ്ങളോ ചെയ്ത് അവരുടെ ഡൗട്ട്സ് ക്ലിയർ ആയി കൊടുക്കുക. കാരണം നമുക്ക് നേരിട്ട് കാണാനുള്ള ഓപ്ഷൻ ഇല്ലാതെ തന്നെ 17 രാജ്യങ്ങളിൽ അദ്ദേഹം കൊടുത്തു. നിതിൻ സാറ് സാംബിയയില് ഒരു ബ്രാൻഡ് തുടങ്ങേണ്ട നിതിൻ സാറിന്റെ ഒറ്റയാളുടെ കഴിവായി മാറും. അത്രയും എഫേർട്ട് നിതിൻ സാർ അവിടെ ഇട്ടിട്ടുണ്ട്. അതിന് പുറമെ സിസിൽ സാർ സൗത്ത് ആഫ്രിക്ക മുഴുവൻ
സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ സിസി സാർ അദ്ദേഹം ഇതായി കഴിഞ്ഞു. അതിനു പുറമെ നമ്മുടെ വിഷ്ണു, അലി അക്ബർ, ഇവരെല്ലാം ഞാൻ പറഞ്ഞോട്ടെ, ഇന്നലെ വിഷ്ണു ഉൾപ്പെടെ ഇന്നലെ എനിക്ക് നിഷ പുത്തനത്താണിന്ന് നിഷ വിളിച്ചിട്ട് റൊമാനിയയിൽ 5 പേര് ജോയിൻ ചെയ്യിപ്പിച്ചു. അതാണ് നമ്മുടെ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി ആണ്, ചെറിയ ഓപ്പർച്യൂണിറ്റി അല്ല. വൺ വേൾഡ് വൺ മാർക്കറ്റ് യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളാണ് ഇവര്. ഇതേപോലെ ആയിരിക്കണം. കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ മുന്നിൽ ഫോൺ ഉണ്ട്, എല്ലാവരുടെ മുന്നിൽ ഫോൺ വെച്ചിരിക്കുവാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാം, സാറിന്റെ കേസ്. സാർ ഇപ്പൊ ഒരു പുതിയ ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തു. സാർ മോർണിംഗ് സാറ് പ്രൊഡക്ട്സ് കഴിക്കുന്നത്, അതായത് സാറിനോട് ഒരാൾ ചോദിക്കില്ല നിങ്ങൾ കഴിച്ചിട്ടാണോ ഇത് മാർക്കറ്റ് ചെയ്യുന്ന ചോദിക്കില്ല. സാറിന് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുവാണ്, ഞാൻ ഇത്ര വെച്ച് ദിവസം കഴിക്കുന്നുണ്ട് രാവിലെ. അത് സാർ ലൈവായി കാണിച്ചു കൊടുക്കുവാണ്. അത് ശരിക്കും എനിക്കടക്കം മോട്ടിവേഷനാണ്. ഓക്കെ, നമ്മൾ നാളെ പറയുമ്പോൾ എനിക്ക് കാണിച്ചു കൊടുക്കാം, നേരെ എടുക്കാം. ഇന്നത്തെ സിറാജ് സാറിന്റെ സ്റ്റാറ്റസ് ആണ് ഇത്, ഇന്നത്തെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആണ്. അദ്ദേഹം പ്രൊഡക്ട്സ് എത്ര കഴിക്കുന്നത് ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പ്രൊഡക്ട്സ് കഴിച്ച് കാണിച്ചു തരാം. ഈ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ ശരിക്കും നമുക്ക് മുന്നിലുള്ള ടൂൾസ് എടുക്കുക, യൂസ് ചെയ്യാൻ പഠിക്കണം. ഒരാളെന്നെ വിളിച്ചിരുന്നു നമ്മുടെ ടീമിൽ, എനിക്കൊരു മെസ്സേജ് വന്നു. 4 ദിവസം മുമ്പാണ് പുള്ളി എന്റെ ഒരു ഇത് കണ്ടപ്പോഴാണ് പുള്ളി ഇൻസ്പയർ ആയി കഴിക്കാൻ. എനിക്ക് അബ്ബാസ് എന്ന് പറഞ്ഞിട്ട് ഫറോക്ക് കോളേജിൽ ഒരു അധ്യാപകൻ വിളിച്ചിരുന്നു. എന്നോട് ഞാൻ ചോദിച്ചു, സാർ ഇത് കഴിക്കാൻ? അതെ, ഒരാളും അയാളുടെ ആരോഗ്യം വെച്ച് കളിക്കില്ലല്ലോ. നിങ്ങൾ കഴിക്കുന്ന കാണുമ്പോൾ പിന്നെ ഞാൻ 6-7 വർഷം മുമ്പ് പറഞ്ഞത് ഞാൻ കഴിക്കാൻ തുടങ്ങാൻ പോവാണെന്നാ പറഞ്ഞത്. അപ്പോ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിലേക്ക് ഇൻവെസ്റ്റ് ഇൻ യു, അതാണ് ഏറ്റവും ബെസ്റ്റ് പോളിസി. ഇനി എപ്പോഴാ ഇൻവെസ്റ്റ് ചെയ്യാം? സ്ഥലം മേടിച്ചു കിട്ടാ. ഏതായാലും വളരെ സന്തോഷം. ശ്യാംജി പറയും, കണ്ടിന്യൂ. ഓക്കെ സർ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നടക്കുവാണ്. സാറ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം, അതായത് ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം. ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഐഡിയുടെ സ്ട്രോങ് ആൻസർ സാറിന്റെ ഭാഗത്ത് മാത്രമല്ല, നമ്മുടെ താഴെയുള്ള നമ്മുടെ ഡയമണ്ട്സ്, നമ്മുടെ ലീഡേഴ്സ് എന്തൊക്കെ അവർ അച്ചീവ് ചെയ്യണം, അതിന്റെ കൂടി ഒരു ഉദാഹരണമാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആസ് മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, I would like to ask you that I would like to say first that success is not for one day, and DXN is where success will follow you. What will be Executive Gold Diamond Mr. P.S. Sirajuddin wishing to achieve in the upcoming 2 years period? എനിക്കിതിന്റെ ഉത്തരം വേണ്ടത് സാർ, അതായത് 2 വർഷത്തെ സാർ അച്ചീവ് ചെയ്യുന്നത് മാത്രമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് നമ്മുടെ ഓരോ ഡയമണ്ട്സും, സാറിൻ്റെത് സെപ്പറേറ്റ് ഓരോ ഡയമണ്ട്സും 2 വർഷം കൊണ്ട് അവിടെ ഗോൾ എന്തായിരിക്കണം. സാറ് പറഞ്ഞു 300 കോടിയിൽ നിന്ന് 3000 കോടിയിലേക്ക് DXN വളരാൻ പോകുന്നു. വളരെ ആ സമയത്ത് നമ്മുടെ ഓരോ ലീഡേഴ്സും നെറ്റ്വർക്കേഴ്സും എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത്, അവർ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത്. ഓക്കെ, വളരെ സന്തോഷം ശ്യാംജി. എന്റെ അടുത്ത 2 ഇയേഴ്സ് ഉള്ള എന്റെ പ്ലാൻ, അടുത്ത 2 വർഷത്തിനുള്ളിൽ 2 വർഷം ആകുമെന്ന് തോന്നുന്നില്ല, അതിനു മുമ്പ് എന്നെ ക്രൗൺ അംബാസിഡർ ആണ് എന്റെ പ്ലാൻ. ക്രൗൺ അംബാസിഡർ എന്താണ് കാരണം എന്ന് വെച്ചാൽ, ഇനി അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയോ? ലോകത്ത് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മാർക്കറ്റിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. കേരളം ഒരു പ്രൊഡക്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തർക്കവും വേണ്ട പ്രിയപ്പെട്ടവർ, ഇന്ത്യ മൊത്തവും അക്സെപ്റ്റ് ചെയ്യും. നമുക്കറിയാം, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് ആൻഡ് കർണാടക. നമ്മുടെ തമിഴ്നാട്ടിലും തമിഴ്നാട്ടിൽ ഏകദേശം 7 കോടി 6.5-7 കോടി ജനമുണ്ട്. കർണാടകത്തിൽ 5.5-6 കോടി ജനമുണ്ട്. കേരളത്തിൽ 3.5 കോടി ജനം. കേരളത്തിൽ 3.5 കോടി ജനം 2 കോടിക്ക് അടുത്ത് ടേൺ ഓവർ എടുക്കുന്നു. തമിഴ്നാട്ടിൽ 6-7 കോടി ഉള്ളത് 1 കോടിയാണ് ടേൺ ഓവർ. കർണാടകത്തിൽ 1 കോടിയാണ് ടേൺ ഓവർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ടേൺ ഓവർ ഇത്ര കുറഞ്ഞു പോകുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ട ശ്യാംജി, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മുടെ ഫോക്കസ് കറക്റ്റ് അല്ല. നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത് തേങ്ങയും നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് മാങ്ങയുമാണ്. ആളുകളോട് പറയുന്നത് ഇങ്ങനത്തെ തേങ്ങ കിട്ടുമെന്നാണ്, കയ്യിലെന്താ നോക്കുമ്പോൾ മാങ്ങയാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് പിടി കിട്ടിയോ ശ്യാംജി? നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത് തേങ്ങയും നമ്മൾ നാട്ടുകാരെ കാണിക്കുന്നത് മാങ്ങയുമാണ്. നമ്മൾ പറയുന്നത് 99% പ്രൊഡക്റ്റിന്റെ പവറാണ്. 189 രാജ്യത്തുള്ള ഗവൺമെന്റ് അംഗീകരിച്ച് അനലൈസ് ചെയ്തൊരു പ്രൊഡക്റ്റ്, ഇനി അതിന്റെ പവർ വീണ്ടും നമ്മൾ പാടി നടക്കണോ? വിട്ടുകളയണം പ്രിയപ്പെട്ടവരെ. ഒരാളും കൺവിൻസ് ആയില്ലെങ്കിൽ അയാളെ വേണ്ട. DXN പ്രൊഡക്റ്റ് കഴിക്കാൻ അയാൾക്ക് ഭാഗ്യമില്ല എന്ന് പറയും. അല്ല, അയാൾ വരട്ടെ, അല്ലെങ്കിൽ ആ വ്യക്തി ചോദിക്കട്ടെ. എല്ലാ ചോദ്യത്തിനും 100%. ഞാൻ ഏകലവ്യന്റെ കഥ ഓർത്തു പോകും.
ഏകലവ്യന്റെ അടുത്തേക്ക് ഓടി വരുന്ന പട്ടി, കുരക്കുന്ന പട്ടിയുടെ വായിലേക്ക് നിറയെ അമ്പുകൾ നടത്തുന്നത് വായി അടക്കാൻ പറ്റാത്ത തരത്തിലായിപ്പോയി ആ പട്ടി. അത്രയും അമ്പ ചെയ്ത് ആ പട്ടി തിരിച്ചു ചെല്ലുമ്പോ ആ വ്യക്തിക്ക്, ഗുരുവിന് മനസ്സിലായി ഇത് ഏകലവ്യൻ ചെയ്യുന്നതാണ്. എന്നതുപോലെയാണ് എനിക്ക് പറയാൻ പറ്റും. ഏകലവ്യൻ എന്ന് പറഞ്ഞ ഒരാളെ കാട്ടിലുണ്ടെന്നും അർജുനനേക്കാൾ വില്ലനാണെന്നും മനസ്സിലാക്കിയ, ഒരു വിരല് കട്ട് ചെയ്യേണ്ടി വന്ന, അത് ചോദിച്ച ഗുരുവിന്റെ ദക്ഷിണ ചോദിച്ചത് ഒരു വിരലായി മാറുമ്പോ നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ടവർ, ഈ പ്രൊഡക്റ്റ് കഴിക്കാതിരിക്കാൻ, ഞാൻ എടുത്തെടുത്ത് പറയുന്നു, ഈ പ്രൊഡക്റ്റ് കഴിക്കാതിരിക്കാൻ ഒരു കാരണം കാണിച്ചു തരാൻ ഈ സമൂഹത്തിനാകില്ല എന്നുള്ള, അല്ലെങ്കിൽ ഈ വ്യക്തി ആർക്കും ആകില്ല, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ആ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുള്ളപ്പോ 2022 ആ സമയത്ത് 3000 കോടി ടേൺ ഓവറിലേക്ക് കുതിക്കുമ്പോ ഒരു സിറാജുദ്ദീൻ മാത്രമായിരിക്കില്ല ക്രൗൺ അംബാസിഡർ ആകുക. എന്റെ ടീമിലല്ലേ, നമ്മുടെ ഗ്രൂപ്പിലുള്ള 100 കണക്കിന് ആളുകൾ പലതരത്തിലുള്ള ക്രൗൺ അംബാസിഡറും ഡയമണ്ടുകളും ഒക്കെ ഇഷ്ടം പോലെ കേരളത്തിലുണ്ടാവും. എന്നോട് ശ്യാംജി ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ പ്രോഗ്രാമിന്റെ മിനിറ്റുകൾക്ക് മുമ്പേ തന്നെ ആ കപ്പാസിറ്റി എത്രയാണോ അത് നിറയുന്ന തരത്തിൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു കാലം ഏതാനും നാളുകൾക്കുള്ളിലുണ്ടാവും. ഇത്തരുണത്തിൽ അത്രയും പവർഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ലിംസിയോജിന്റെ എല്ലാ ആഴ്ചയിലുമുള്ള പ്രോഗ്രാം നിങ്ങൾ കേട്ടാൽ അദ്ദേഹത്തിന്റെ ജീവിതം കംപ്ലീറ്റ്, ഇത്രയും ഹംബിൾ പേഴ്സണാലിറ്റി, അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ആ മഹാശക്തി ലോകത്തുള്ള ഓരോ വ്യക്തികളുടെ തലച്ചോറിലും ഉണ്ടാക്കുന്ന കരണ്ട്, ഈ മഹത്തായ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ലോകത്തുള്ള മുഴുവൻ ആൾക്കാർ ഉപയോഗിച്ചു. അത് സാമ്പത്തിക നേട്ടത്തിന് മാത്രമായിട്ടല്ല, മാനുഷികമായ ഒരു വലിയ മൂല്യം അതിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ദൈവികമായ ജ്ഞാനോടർമ്മ, ആയുർവേദത്തിലെ രാജഋഷി എന്നറിയപ്പെടും ഈ മഹത്തായ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സിദ്ധപ്പെട്ടിൽ ചെല്ലുമ്പോ, ഓരോ സ്ഥലത്തും നമ്മുടെ കമ്പനി ചെല്ലുമ്പോ അത് ഉപയോഗിച്ചിട്ട് ആശ്വാസം കിട്ടി 10,000 ആളുകൾ ഓരോ ദിവസവും ടെസ്റ്റിമോണിയലിന്റെ രൂപത്തിൽ നമ്മളോട് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സലീം ഷജീർ സാറിന്റെ ഇന്ന് രാവിലെ എനിക്ക് സലീം സാർ അയച്ചു തന്നിരുന്നു. മിഥുന്റെ ആ വീഡിയോ കാണുമ്പോൾ ഒരു കാലഘട്ടത്തിൽ അവരെടുത്ത പെയിൻ, കണ്ണൂരിൽ നിന്ന് ദുബായിലേക്ക് പോകും, ദുബായിൽ ഒരു കൊച്ചുമുറിയിൽ 300 സ്ക്വയർ ഫീറ്റുള്ള ഒരു മുറിയിൽ DXN സ്റ്റാർട്ട് ചെയ്യുകയും, ഇന്ന് 65ഓളം ഓഫീസുള്ള വേൾഡ് ക്ലാസ് ഓഫീസുകളുള്ള മസായ ഓഫീസിന്റെ ഒരു പ്രോഗ്രാം ഞാൻ കണ്ടു. പറഞ്ഞു വന്നത്, ഇതൊക്കെ ഓരോ നാട്ടിലെ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനുള്ള ഒരു നാട്ടിൽ അതിങ്ങനെ നടക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത്, കേരളത്തിലും ഇന്ത്യയിലുള്ള ഓരോ സ്റ്റേറ്റിലും ഈ മഹത്തായ പ്രൊഡക്റ്റ് അതിശക്തമായിട്ട് വേരോടും. ഇതിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികവും അതിനോടൊപ്പം തന്നെ ആരോഗ്യവും. ഇപ്പോൾ നമ്മൾ ഫുള്ളി മൈ ഹോം മൈ ഷോപ്പ് ഫോക്കസ് ചെയ്യുന്നത് ഇതിലൂടെ എങ്ങനെ ഒരു ജീവിത വിജയം ഉണ്ടാക്കാം. ആ പോയിന്റിലേക്ക് ഞാനും രാജു സാറും ബിനീഷേട്ടനും ഒക്കെ എത്തിപ്പെടുമ്പോൾ സുനിലും ഹരിയും മഞ്ജുഷ മാഡവും ഒക്കെ, ദിലീപ് സാറും സഞ്ജയും ധനഞ്ജയും മനോജ്, എല്ലാവരും നമ്മളോടൊപ്പം ഒറ്റക്കെട്ടായിട്ട് തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഈ മഹാപ്രസ്ഥാനത്തിന് മുന്നോട്ട് പോവുകയല്ലാതെ പിന്നോട്ട് പോകാൻ ഒരിക്കലും, അല്ലെങ്കിൽ ആദ്യത്തെ 3 കമ്പനി, വേൾഡിലെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിലെ ആദ്യത്തെ 3 കമ്പനികളിൽ ഒന്നായി 2022 നമ്മൾ എത്തിപ്പെടുമ്പോൾ ഈ മഹാപ്രസ്ഥാനത്തിലൂടെ ഒരുപാട് ആളുകൾക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവും ഒക്കെ പ്രദാനം ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ പ്രസ്ഥാനത്തിലൂടെ 2022 ഇന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യണം, ഒരു പേപ്പറും പേനയും എടുത്തെഴുതി വെക്കണം, എനിക്കാരാവണം 2022. ഞാൻ പറഞ്ഞതുപോലെ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത ഒരു കമ്പനിയും ലോകത്തില്ല പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാജ്യത്ത്. സോ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പറക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞു. അതിന് നാന്ദി കുറിച്ചുകൊണ്ട് ഒക്ടോബറിൽ IOC വന്നു. അതിന് നാന്ദി കുറിച്ചുകൊണ്ട് 2000 ഡിസംബർ 7-ാം തീയതി ഉദ്ഘാടനം ചെയ്യേണ്ട നമ്മുടെ സിദ്ധപ്പെട്ട് ഫാക്ടറി മാർച്ച്, അതായത് 2021 മാർച്ചിലേക്ക് മാറ്റുമ്പോൾ അതിന് കാരണഭൂതനായ കൊറോണ വൈറസിനെതിരെ ആന്റി വൈറലായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ ഒരുപാട് പ്രൊഡക്റ്റുകളുള്ള ഈ കമ്പനി, ഇതിന്റെ യാത്ര സുഗമമാകും. അതിലൂടെ ഒരുപാട് ആൾക്കാർ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കും. അങ്ങനെ സന്തോഷവും സമാധാനത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് മാത്രമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് എൻ്റെ ഗുരുഭൂതന്മാരായ ഹൊസ്പാലയ ഡോക്ടർ രഞ്ജൻ ഉൾപ്പെടുന്ന മാൽതിരമണി വെങ്കട്ടരമണി ഉൾപ്പെടുന്ന എല്ലാവർക്കും നന്ദിയും നമസ്കാരവും ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും ഇനി ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. വളരെ വളരെ നന്ദി, എസ്പെഷ്യലി ഈ ഒരു ആൻസർ
ഈ ഒരു ഉത്തരത്തിന് വളരെ നന്ദി. കാരണം സാറിന്റെ എയിം, സിറാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ എയിം സാർ പറഞ്ഞു തന്നു. അതായത് 2 വർഷം കൊണ്ട് ക്രൗൺ അംബാസിഡർ, 2 വർഷത്തിന് കൊണ്ടല്ല 2 വർഷത്തിനുള്ളിൽ ക്രൗൺ അംബാസിഡർ. അത് സാർ ഒറ്റക്കാവണം എന്നല്ല സാർ പറഞ്ഞത്. എന്റെ താഴെ എന്റെ ടീമും, അതായത് രാജു സാർ ഇപ്പൊ പറയും എന്റെ വിജയം എപ്പോഴാന്ന് വെച്ചാൽ എന്നെക്കാൾ മുന്നേ എന്റെ താഴെയുള്ള വ്യക്തി ക്രൗൺ അംബാസിഡർ ആയി കഴിഞ്ഞാൽ ഞാൻ വിജയിച്ചു. കാരണം അവരെ എനിക്ക് ഫ്രീ ബേർഡ് ആയിക്കൂടാ, അവരെടുക്കുന്ന ഇൻഫ്ലുവൻസ് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ഫോക്കസ് അത് തന്നെ ആയിരിക്കണം. നമ്മൾ മാത്രമല്ല വളരേണ്ടത്, അല്ല സാർ? നമ്മൾ മാത്രം വളർന്നപ്പോഴല്ലോ നമ്മുടെ ടീമിനെ നമ്മൾ ശക്തി പറഞ്ഞത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി, ഡയറക്ട് സെല്ലിംഗ് കമ്പനി, ഇത്രയും സ്ട്രോങ് ആയ ഒരു ഗ്രൂപ്പ്. ഇതൊരു ഫാമിലിയാണ്. DXN എന്ന് പറഞ്ഞാൽ DXN കേരള ഒരു ഫാമിലിയാണ്. DXN ഒരു ഫാമിലിയാണ്, ഒറ്റ ഫാമിലിയാണ്. നമ്മൾ അടുത്ത റിലേറ്റീവ്സ് ആണ് DXN കേരള എല്ലാവരും. അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും സാർ ഈ ഒരു സെഷൻ ഇന്നലെ പോലും എറണാകുളം ഓഫീസിൽ ധന്യ എന്ന് പറഞ്ഞൊരു ലേഡി IOC എടുക്കാൻ, 3ാമത്തെ IOC എടുക്കാൻ വന്നു. മഞ്ജുഷ എന്ന് പറഞ്ഞിട്ട് വന്നു. മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ചേർത്തലക്കാരൻ MBA കാരൻ വന്നു. ഇന്നലെ IOC എടുത്തിട്ട് പോയി. ഒപ്പം തന്നെ അഫ്സൽ ആലപ്പുഴ നിന്ന് ഇന്നലെ ഒപ്പം വന്ന് ഞാൻ ഇന്നലെ ഓഫീസിൽ വന്നപ്പോൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞത് IOCയുടെ ഒരു പ്രളയം വരാൻ പോവാ. ശ്യാംജിക്കൊന്നും വെറുതെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ. വരാൻ പോവാ, വർക്കിലോട് കൂടാൻ പോവാ. ആളുകൾ അപ്പോയിന്റ് ചെയ്ത് വെച്ചോ. ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഇനി യുദ്ധഭൂമി മാത്രം. ഓൾ ദ വെരി ബെസ്റ്റ്. കാരണം എപ്പോഴൊക്കെയാണ് നമ്മുടെ ലീഡേഴ്സ് സക്സസ്ഫുൾ ആകുന്നത്, എത്രത്തോളം ഒരു സക്സസ്ഫുൾ ആകുന്നോ അത്രത്തോളമേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ഭാരം ശരിക്കും കുറയുന്നുള്ളൂ. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലീഡേഴ്സിന്റെ സക്സസ് ആക്കലാണ്. അങ്ങനെയാണ് ടോട്ടലി കമ്പനിയുടെ സെയിലോ കാര്യങ്ങളൊക്കെ വർദ്ധിക്കാൻ പോകുന്നത്. പക്ഷെ അൾട്ടിമേറ്റ് എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും ഡെവലപ്മെന്റ് ആണ്. വളരെ വളരെ നന്ദി സാർ. കാരണം ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ, ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ടോക്ക് ഷോ നമ്മുടെ DXN കേരളക്ക് വേണ്ടി ഈ ഒരു 1 hour ടൈം നമുക്ക് വേണ്ടി അനുഭവിച്ചതിന് വളരെ നന്ദി സാർ. വീണ്ടും അടുത്തൊരു പുതിയ സെഷൻ, പുതിയൊരു ടോക്ക് ഷോയിലേക്ക് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം സാർ. താങ്ക് യു വെരി മച്ച് ഫ്രം DXN കേരള സാർ, DXN ഇന്ത്യ സാർ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഭാവുകൾ. താങ്ക് യു. സോ DXN കേരള എല്ലാവരും കേട്ട് കഴിഞ്ഞു സിറാജുദ്ദീൻ സാറിന്റെ ആ ഒരു സെഷൻ. അദ്ദേഹം എത്രത്തോളം ഫോക്കസ്ഡ് ആണ്, അദ്ദേഹം എത്രത്തോളം ഈ ഒരു IOC അല്ലെങ്കിൽ നമ്മുടെ മൈ ഹോം മൈ ഷോപ്പ് എന്ന ഈ ഒരു പുതിയ ഇനീഷ്യേഷനിലേക്ക് എത്രത്തോളം ഫോക്കസ് ചെയ്തിട്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമും വർക്ക് ചെയ്യുന്ന കാര്യം അദ്ദേഹം നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു. നമ്മൾ ചെയ്യേണ്ടതും ഇതേ സംഭവമാണ്. നമുക്കൊരു ലക്ഷ്യം വേണം, നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവണം. അതായത് കമ്പനി നിങ്ങളുടെ മേൽ യാതൊരു ടാർഗറ്റും തരുന്നില്ല. പക്ഷെ നമ്മൾ സ്വയം ആസ് എ പേഴ്സൺ, ആസ് എ DXN നെറ്റ്വർക്ക്, ആസ് എ ഡയമണ്ട്, ആസ് എ സ്റ്റാർ ഏജന്റ് നമ്മുടെ ഉള്ള ലക്ഷ്യം ഉണ്ടാവണം. അതായത് 1 വർഷം, 2 വർഷം, 2.5 വർഷം, ഈ ഇത്രയും കാലം കൊണ്ട് നമ്മൾ എത്രത്തോളം ഏതൊരു സ്റ്റാറ്റസിലേക്ക് എത്തിപ്പെടും, എത്രത്തോളം ഇൻകം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുമെന്ന കാര്യം കൃത്യമായിട്ട് നമുക്കൊരു പ്ലാൻ വേണം. എന്ത് ചെയ്യുക? ആദ്യം ഒരു പേപ്പർ എടുക്കുക. രാഹുൽ സാർ പറയുന്ന പോലെ ഫുൾ കോണ്ടാക്ട്സ്, നിങ്ങളുടെ എന്തൊക്കെ കോണ്ടാക്ട്സ് ഉണ്ടോ അത് ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുക. യാതൊരു മടിയും യാതൊരു ഈഗോവും ഇല്ലാതെ ഡയറക്റ്റ് എല്ലാവരിലേക്കും നമ്മുടെ DXN എന്താണ്, ഡയറക്ട് സെല്ലിംഗ് എന്താണ്, മൾട്ടി ലെവൽ മാർക്കറ്റ് സിസ്റ്റം എന്താണ്, DXN സിംബ് എന്താണ്, IOC എന്താണ്, പ്രൊഡക്ട്സ് എന്താണ്, എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് നമുക്ക് അവരിലേക്ക് ആ ഇൻഫർമേഷൻ കൊടുത്താൽ തന്നെ. കാരണം നമുക്കറിയാം എല്ലാവരും ഓടുന്നത് ഈ കൊറോണയിലെ കോവിഡിനെതിരായിട്ടുള്ള ഒരു വാക്സിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ട് നമ്മൾ ബോഡിയുടെ പ്രതിരോധ ശേഷി ശ്രദ്ധിക്കുന്നില്ല? ബോഡിക്ക് ഇമ്മ്യൂണിറ്റി പവർ, പ്രതിരോധ ശേഷി ഉണ്ടെന്നാണെങ്കിൽ ഈ ഒരു വൈറസ് അല്ല ഒന്നും തന്നെ ബാധിക്കില്ല ബോഡിയെ. അതിന് ചെയ്യേണ്ടത് പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. എപ്പോഴും പ്രിവെൻഷൻ ആണ് ബെറ്റർ. രോഗം വന്നിട്ട് ചികിത്സിക്കേണ്ട ആവശ്യമില്ല. രോഗം വരുന്നതിന് മുന്നേ തടയാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ DXN കേരളയുടെ അടുത്തൊരു ടോക്ക് ഷോ നെക്സ്റ്റ് ട്യൂസ്ഡേ പുതിയൊരു ടോക്ക് ഷോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്, പുതിയൊരു ഗസ്റ്റുമായിട്ട്. അതുവരെ എല്ലാവരും സേഫായി നിൽക്കുക. ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ടു ഓൾ. താങ്ക് യു വെരി മച്ച് DXN കേരള.